പിള്ളേരുടെ വീഡിയോ ഒക്കെ കാണണ്ടേ? വീഡിയോ ഒക്കെ കണ്ട വീഡിയോ ഓക്കെ. ഓക്കെയാണ്. നോക്കിയിട്ടുണ്ട്. റെഡിയാ ഭീമ? 2 മിനിറ്റ് മുമ്പ് റെഡി ആയിട്ടിരിക്കണം ക്ലാസ്സിൽ കേട്ടോ. ഓടി വന്ന് ക്ലാസ്സിൽ കയറി അവസ്ഥ ഉണ്ടാവരുത്. 2 മിനിറ്റ് മുമ്പ് റെഡി ആയിട്ടുള്ള ക്ലാസ്. ഓക്കെ, ബുക്ക് അടിച്ചു വെച്ച്. സലാഹുദ്ദീനെ, എന്താ മോഷണൽ EMF എന്താ സലാഹുദ്ദീനെ? മോഷണൽ EMF ശരി. അഭിരാമി അല്ല, ആവണി എന്താ എന്റെ ഫോർമുല? ഓക്കെ, അതിന് ഇർഫാൻ ആരാ ബി, ആരാ എൽ, ആരാ ബി? ശരി, അബ്സല്യൂട്ട്ലി. അങ്ങനെ 3 മൂവ് ചെയ്യാം, അതാണ് സംഭവം. കറക്റ്റ്. പിന്നെ നമ്മൾ പ്രോബ്ലം ആണ് ചെയ്ത്, അതിന്റെ ഡെറിവേഷൻ ആണ് ചെയ്തത്. മതി. അതിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം നമ്മൾ പറഞ്ഞേ. മറ്റേ ഹബീഫ തസ്ലി നാളെ മൂവ് ചെയ്യുമ്പോൾ എന്താ അതിന്റെ പ്രത്യേകത പറഞ്ഞേ? എങ്ങനെ മൂവ് ചെയ്യണം? It always opposed to the change. അത് മനസ്സിലായി, അത് മതി. അതല്ല ചോദിച്ചത്. അത് ലെൻസസുമായി ബന്ധപ്പെട്ട എന്റെ ചോദ്യം. എപ്സിലോൺ ഈസ് ഇക്വൽ ടു BLV എന്ന ഫോർമുലയില് എങ്ങനെയായിരിക്കണം ഇതിന്റെ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞേ? ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം? ഒരു പ്രത്യേകതയാണല്ലോ. അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്. ആര് പെർപെൻഡിക്കുലർ ആയിരിക്കും? ഈ എപ്സിലോൺ. ആഫീസ് പോകുന്നത് ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? വെലോസിറ്റി. അവന്റെ മൂവ്മെന്റ് വെലോസിറ്റി എന്ന് പറയുന്ന സാധനം, അവന്റെ മൂവ്മെന്റിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അവന്റെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴാണ് എന്താ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 6.7 എക്സർസൈസിലെ ഒരു പ്രോബ്ലം. എക്സർസൈസ് എന്നിട്ട് ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു എക്സർസൈസിലെ 6.4
പെട്ടെന്ന് 6.4. പെട്ടെന്ന്. എൽവിൻ റോയ് കിട്ടിയാ? ക്വസ്റ്റ്യൻ കിട്ടിയാ? വായിച്ചേ. A rectangular wire loop of side 8 cm and 2 cm with a small cut is moving out of a region of uniform magnetic field of magnitude of 0.3 Tesla, directed normal to the loop. What is the EMF developed across the cut if the velocity of the loop is 1 centimeter? In a direction normal to the longer side, B shorter side of the loop. For how long does the induced voltage last in each case? Okay. ആദ്യത്തെ മതി, തൽക്കാലം ആദ്യത്തെ മതി. രണ്ടാമത്തെ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ആദ്യത്തെ ചെയ്താൽ മതി. What is EMF developed? ശരിക്കും വായിച്ചോ, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചോ. ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കും. റഫ് വേണമെങ്കിൽ റഫ് വരച്ചു നോക്കും, എന്നിട്ട് തീരുമാനം എടുക്കുക എന്താ പറയണെന്ന്. Okay. Question exercise 6.4, page number 230, 230. കിട്ടി? ഷജാഫെ കിട്ടിയാ? എന്നാ ഷജാഫെ പറഞ്ഞാണേ, കിട്ടിയാ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുക. നോക്കണില്ലല്ലോ, വെറുതെ ഇരിക്കുകയാണല്ലോ, നോക്കണായിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെയല്ല നോക്കണേ, ബുക്കൊക്കെ വെച്ചിട്ട് റഫായിട്ട് എന്തെങ്കിലും വരച്ചില്ലടാ നോക്കണേ. നോക്കണ കണ്ടാ മനസ്സിലാവൂലടാ, അങ്ങനെയാണ് നോക്കണേ. പറഞ്ഞ അബിന, എന്താ ഇതിന്റെ അവസ്ഥ പറഞ്ഞേ കേക്കട്ടെ. ആ അതെ, പോവാ. അപ്പോ അതാണ് റെക്ടാങ്കിൾ ലൂപ്പ് 8 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഉള്ള റെക്ടാങ്കിൾ ലൂപ്പ്. ഓക്കെ, പിന്നെ പറഞ്ഞു. അതിരിക്കുന്നത് ഡയറക്റ്റഡ് നോർമൽ ടു ദ ലൂപ്പ്. ലൂപ്പിനോട് നോർമൽ ആണ്. ലൂപ്പിനോട് നോർമൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അന്ന് നമ്മൾ പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ, ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. നോർമൽ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ എന്നാണ്. സൈഡ് 8 സെന്റിമീറ്റർ ആണ്. സൈഡ് 8 സെന്റിമീറ്റർ ഓർ 2 സെന്റിമീറ്റർ. ഇനി എന്താ പറഞ്ഞത്? കട്ടിന്റെ അവിടെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. അതായത് കട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെക്ടാങ്കിൾ ലൂപ്പിൽ എവിടെയോ മുറിച്ചിട്ടുണ്ട്. ഈ റെക്ടാങ്കിൾ ലൂപ്പ് മുറിച്ചാക്കണം. കട്ടുണ്ട് എവിടെയൊക്കെ മുറിച്ചിട്ടുണ്ട്. മുറിച്ചിട്ട് മൂവ് ചെയ്യാണ്. എങ്ങനെ എങ്ങനെയാ മൂവ് ചെയ്യണേ? ആദ്യത്തെ എങ്ങനെയാ മൂവ് ചെയ്യണേന്നാ പറഞ്ഞാക്കണേ.
ആദ്യത്തെ എങ്ങനെ മൂവ് ചെയ്യുന്ന പറഞ്ഞേക്കണേ? ഞാൻ ചോദിക്കാം, അഭിന് പറയണ്ട. ആദ്യത്തെ എങ്ങനെ മൂവ് ചെയ്യുന്ന പറഞ്ഞേക്കണേ മിസബേ? ആദ്യത്തെ എങ്ങനെ മൂവ് ചെയ്യും മിസബേ? ആദ്യത്തെ എങ്ങനെ പറയണേ? എങ്ങനെ മൂവ് ചെയ്യുന്നതിനകത്ത് പറയണം? നോർമൽ ടു ദ ലൂപ്പ്. ശരി, നോർമൽ ടു ദ ലൂപ്പ് എന്നല്ല പറയണ മൂവ് ചെയ്യുന്നത്. വായിച്ചിട്ടില്ല നീ? ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ച സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. പറഞ്ഞ അൻവറേ, എങ്ങനെ മൂവ് ചെയ്യുന്ന പറയണേ? നോർമൽ ലൂപ്പിലേക്കല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ വായിക്കുന്ന സ്റ്റാൻഡേർഡ് വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ വായിക്കുന്ന സ്റ്റാൻഡേർഡ് വന്നിട്ടില്ല. ജസിയ, അങ്ങനെയൊന്നുമില്ല മോളെ. പറഞ്ഞാണേ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വായിക്കുന്ന +2 സ്റ്റാൻഡേർഡിൽ വന്നിട്ടില്ല എന്ന്. What is the aim of developed across the cut if the velocity of the group is 1 centimeter per second in a direction normal to the longer side? ലോങ്ങർ സൈഡിന് നോർമൽ ആയിട്ട് മൂവ് ചെയ്യുന്നു. കണ്ട, ലോങ്ങർ സൈഡിന് നോർമൽ ആയിട്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 8 സെന്റിമീറ്റർ നോർമൽ ആയിട്ട് ആരെ മൂവ് ചെയ്യുന്നതായിരിക്കും? മുഹമ്മദ് ഫാരിസെ പറയണേ. മുഹമ്മദ് ഫാരിസ് എം. ആ ദിവസം ഇല്ലല്ലോ നീ. എങ്ങനെ മൂവ് ചെയ്യണെന്നാ പറയണേ? ലോങ്ങർ സൈഡിനോടായിട്ട് പാരലൽ ആയിട്ട്. അപ്പൊ ആരായിരിക്കും മൂവ് ചെയ്യണേ? കട്ട് ഏത് ഭാഗമായിരിക്കും മൂവ് ചെയ്യണേ? അതിനകത്തെ ഈ 2 സെന്റിമീറ്റർ ആയിരിക്കും മൂവ് ചെയ്യണേ. ഈ 2 സെന്റിമീറ്റർ ആളെ ഇങ്ങോട്ട്. നീ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും കേറിയിട്ടില്ല, മനസ്സിലാവില്ല. 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ആ കട്ടുണ്ടല്ലോ, ആ കഷ്ടമാണ് മൂവ് ചെയ്യണേ. ഏതിന്? ഈ 8 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ടെന്നാ പറഞ്ഞാണ്. നോർമൽ ടു ദ ലോങ്ങർ സൈഡ്. ലോങ്ങർ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ 2 സെന്റിമീറ്റർ മൂവ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ എന്തായിരിക്കും പറഞ്ഞാണ്? എങ്ങനെയായിരിക്കും പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ സാല അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? അതിന്റെ ബി പാർട്ട് ഷോർട്ടർ സൈഡ് ഓഫ് ദ ലൂപ്പ്. അപ്പൊ ഏതാ മൂവ് ചെയ്യണേ? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ എങ്ങോട്ട് മൂവ് ചെയ്യും? അടിയിലേക്കോ മുകളിലേക്കോ? കാരണം മുകളിലേക്ക് റെക്ടാങ്കിൾ ലൂപ്പിൽ അടിയിലേക്ക് പോകാൻ പറ്റില്ല. ഇനി 8 സെന്റിമീറ്റർ ആർക്ക് ഈ 2 സെന്റിമീറ്ററിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ മൂവ് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ അതാണല്ലോ അതിന്റെ കൺസെപ്റ്റ്. ഇങ്ങോട്ട് മൂവ് ചെയ്യും, മുകളിലേക്ക്. അപ്പൊ 8 സെന്റിമീറ്റർ എവിടെ മൂവ് ചെയ്യും? ഇവിടുന്ന് പോന്ന് ഇവിടം വരെ, പോന്ന് ഇവിടം വരെ മൂവ് ചെയ്യും. അപ്പൊ തീർന്നു, റെക്ടാങ്കിൾ ലൂപ്പ് തീർന്നു. അതിന്റെ ഉള്ളിൽ കിടന്നേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റെക്ടാങ്കുലർ അല്ലേ? നിങ്ങൾ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ വായിക്കണം. നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ സൈഡിൽ നോർമൽ നോർമൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് മൊത്തം വായിക്കണില്ല. ഏറ്റവും അപകടമാണത്. ക്വസ്റ്റ്യനെ മൊത്തം വായിക്കണം. അതിനാണോ ഈ പ്രോബ്ലം ചെയ്യിക്കണേ? ചുമ്മാ തിയറി കേൾക്കാനല്ലല്ലോ പ്രോബ്ലം ചെയ്യിക്കുന്ന. ആ കപ്പാസിറ്റിയിലേക്ക് വരണ്ടേ? ഒരു സാധനത്തെ വായിച്ച് മനസ്സിലാക്കണ്ടേ? അതിനാണ് പ്രോബ്ലം ചെയ്യിക്കണം എന്ന് പറഞ്ഞത്. ഉണ്ടാ? അപ്പൊ 8 സെന്റിമീറ്ററിന് ഇതിൽ കൂടെ മൂവ് ചെയ്യാൻ റെക്ടാങ്കിൾ കഴിഞ്ഞിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ അടിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ടു ദ ഷോർട്ടർ സൈഡ് എന്ന് പറയുമ്പോൾ 8 സെന്റിമീറ്ററാണ് മൂവ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ നോർമൽ ലോങ്ങർ സൈഡ് 8 സെന്റിമീറ്ററിന് പെർപെൻഡിക്കുലർ മൂവ് ചെയ്യാൻ പിന്നെ ആരാളുള്ള 2 സെന്റിമീറ്റർ ഉള്ളൂ. ആകെ 2 കഷ്ണമല്ലേ ഉള്ളൂ. 8 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. വേറെ ആൾ പുറത്ത് മൂവ് ചെയ്യാനില്ലോ. അപ്പൊ കട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ 4 തവണ വായിക്കുമ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടും. കട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. കട്ട് എന്താ നോക്കണ്ട, ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കുക. സോ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. ഷുവർ. ഇനി അടുത്തത് ആദ്യത്തെ കേസ് എടുക്കാം. എന്താണ്? മുഹമ്മദ് അമാനെ പറഞ്ഞേ. അമാൻ മുഹമ്മദ് എങ്ങനെ നമ്മൾ മൂവ് ചെയ്യും? പറഞ്ഞോ, എന്താ ഉദ്ദേശിക്കുന്നത്? അത് ആ 2 സൈഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ പറഞ്ഞോ, എന്തൊക്കെ തന്നിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ? പറഞ്ഞു. വിച്ച് ഫോർമുല വി ആർ ഗോയിങ് ടു യൂസ്? അപ്ലൈ. ഏതാ ഫോർമുല? ലെൻസ് റൂളിലെ BLV. ലെൻസ് റൂൾ അല്ലല്ലോ BLV. ഏതാ ഇക്വേഷൻ? ലെൻസ് ആണോ BLV എന്ന് പറഞ്ഞാൽ? ലെൻസ് റോയിൽ തന്നെയാണോ BLV? പറയണേ ലെൻസ് സ്റ്റോറി എന്നാ ഐഡിയ ഇല്ലാതെ വർത്താനം പറയണേ. പറഞ്ഞു ആണോ അൽഫദേ? അല്ല, മൈനസ് മൈനസ് വരുന്നതാണ് ലെൻസ് സ്റ്റോറി. ഇതെന്നെ സാധനം?
BLV അല്ലേ സാധനം? BLV മോഷണൽ EMFന്റെ BLV മോശം EMF അല്ലേ അമ്മാനെ? ബുക്ക് തുറന്നു വെച്ചിട്ട് സംശയമുണ്ട്. ശ്രദ്ധയില്ലാതെ അതാ പറഞ്ഞേ. ഒരു ശ്രദ്ധയില്ലാതെ ഇരിക്കാതെ അതിന്റെ അർത്ഥം BLV ആണ്. ഞാൻ അതിനുവേണ്ടി ചോദിക്കണേ. ആരാണ് ലൈവ് എന്ന് അറിയാൻ വേണ്ടി ചോദിക്കണ ചോദ്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയാ. എപ്സിലോൺ ഈസ് ഈക്വൽ ടു BLV എന്നാണ് ഫോർമുല. അതിൽ ആരാണ് ബി നമുക്ക് തന്നിട്ടുണ്ട്. ബി തന്നിരിക്കുന്ന അവിടുത്തെ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പെർപെൻഡിക്കുലർ ആണോ? അതെ, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ 0.3 ടെസ്റ്റ് ഇറ്റ് ഈസ് ഗിവൺ. ഇനി വി എത്രയാണ്? വി തന്നിരിക്കുന്നത് 1 സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ്. 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ് പ്രശ്നക്കാരനാണ്. നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് വേണം. 10⁻⁻² മീറ്റർ പെർ സെക്കൻഡ് ആവും. ആണല്ലോ, സെന്റിമീറ്റർ മാറ്റി. ഇനി വേണ്ടത് സെന്റിമീറ്റർ മാത്രം മാറ്റിയാൽ മതി. പെർ സെക്കൻഡ് അത് തന്നെയാണ്. ചിലപ്പോൾ മിനിറ്റ് തരും കേട്ടോ. ഇനി പറയുന്നത് വെലോസിറ്റി ആണ്. ഇനി എൽ ആണ്. ആരാണ് ഒന്നാമത്തെ കേസിൽ എല്ലായിട്ട് എടുക്കണ്ടേ? മുഹമ്മദ് ഫായിസെ ആരാ എടുക്കണ്ടേ എല്ലായിട്ട്? 2 സെന്റിമീറ്റർ. അതെ അതെ, അബ്സല്യൂട്ട്ലി 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 × 10⁻². ഇത്തരം കാര്യങ്ങളായി നേരെ അപ്ലൈ ചെയ്യാം. എല്ലാവരും അപ്ലൈ ചെയ്യാം. യു വിൽ ഗെറ്റ് എപ്സിലോൺ. ഫാത്തിമ ഇസ്മായിൽ, എപ്സിലോൺ കിട്ടിയിട്ട് അതിന്റെ യൂണിറ്റ് നമ്മൾ എന്ത് എഴുതും ഫാത്തിമ? വോൾട്ട്. എപ്സിലോൺ കിട്ടുമ്പോൾ യൂണിറ്റ് വോൾട്ട് ആയിരിക്കും. സാമുവലിന്റെ റേഞ്ചിക്ക് ശരിയായി തോന്നുന്നു. സാമുവൽ തിങ്സ് ഓക്കെ നൗ? കുഴപ്പമില്ല, ശരി. അങ്ങനെയാണെങ്കിൽ സാമുവലേ, നമുക്ക് ആ ബി പാർട്ട് ഒന്ന് പറയാം. ഇത് കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ 0.3 എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള കാൽക്കുലേഷനാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നേരെ ഇട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നം. ബി പാർട്ട് എങ്ങനെ ചെയ്യാൻ സാമുവലേ പറഞ്ഞേ? അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ആ ഒരു ഒറ്റ മാറ്റം വരുത്താൽ മതി. എന്താ മാറ്റണ്ടേ? എല്ലാം എത്രയാക്കണം? അത്രേ ഉള്ളൂ. വളരെ കറക്റ്റ്. ഈ സാധനത്തിന് പകരം ഇത് വരും. ബാക്കിയെല്ലാം അതുപോലത്തെ എപ്സിലോൺ ഈസ് ഈക്വൽ ടു BLV. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ഡൗട്ടുള്ള നമുക്ക് ചോദിക്കാം. അല്ലാത്തവർക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6.10 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പോവാം. അതിന്റെ കൂടെ ഞാൻ കാര്യം പറയട്ടെ. 5ഉം 6ഉം ചില കുട്ടികൾക്ക് ചെയ്തു നോക്കാവുന്ന കേട്ടോ. അതിനൊരു ഫോർമുല ഉണ്ട്, കറക്കുന്നതിന്റെ ഒരു ഫോർമുല. പിള്ളേര് നോട്ട് ചെയ്ത് വെച്ചോ. എക്സ്ട്രാ പ്രോബ്ലം സെറ്റ് ചെയ്ത് നോക്കുന്നവര് അതിനകത്തൊരു പ്രോബ്ലം, ഈ മോഷണൽ EMF തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എവിടെയാണ്? 214 214 214 ഒരു ഫോർമുല ഉണ്ട്. ഒരു വർക്ക് ഡോട്ട് എക്സാമ്പിൾ ഒരു ഫോർമുല ഉണ്ട്. സാധനം കറക്കണേ. ഇവിടെ ഹയർ സാധനം അത് നമ്മൾ പഠിപ്പിക്കുന്നത്, നോർമൽ സാധനമല്ല. BΩ ഒരു സാധനം കറക്കിയാൽ, ഒരു സാധനം ഒരു മാഗ്നറ്റിക് ഫീൽഡ് കറക്കിയാൽ അവന്റെ ഫോർമുല, എപ്സിലോൺ ഒരു ഫോർമുലയാണ് BΩ²/2 എന്ന് പറയും. പേജ് നമ്പർ 214 എക്സ്ട്രാ നോക്കണവര്, എക്സ്ട്രാ പ്രോബ്ലം ഒക്കെ ചെയ്യണവര് നോക്കേണ്ടതാണത്. 214 ഒരു സാധനമാണ് കിടക്കുന്നത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർക്ക് ഡോട്ട് സാധനം കിടക്കുന്നുണ്ട് ഫിഗറിന്റെ താഴെ. ഒരു സാധനം കറക്കിയാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോലോ എന്തെങ്കിലും ഒരു ഈ ലെങ്ത് പോലെ മൂവ് ചെയ്യണതിന് പകരം കറക്കിയാൽ അതിനൊരു ഹെഡിങ് കൂടെ ഉണ്ട്. കൊടുത്താൽ നല്ല റൊട്ടേഷണൽ EMF. മോഷണൽ EMF പകരം റൊട്ടേഷണൽ EMF കൊടുക്കാം. കറക്കുന്നതിന്റെ EMF എപ്സിലോൺ ഈസ് ഈക്വൽ ടു BΩ²/2 എന്നാണ് ഫോർമുല. അത് വെച്ചിട്ട് 6.7 എക്സാമ്പിൾ കൊണ്ട് ഈ കിടക്കുന്ന എക്സർസൈസിലെ 5ാമത്തെയും 6ാമത്തെയും ക്വസ്റ്റ്യൻ അങ്ങനത്തെയാണ്. ചെയ്ത് നോക്കണവര്, എക്സ്ട്രാ നോക്കണവർ നോക്കാം. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു. ക്വസ്റ്റ്യനാണ് വായിക്കേണ്ടത്. ആൻസർ ഞാൻ പറയുമ്പോൾ ശരിയായി പോകും. ക്വസ്റ്റ്യൻ വായിച്ച് എത്രത്തോളം എത്താമെന്ന് നോക്കിക്കേ. ശരിക്കും വായിക്കും. ഞാൻ മീനിങ് ചോദിക്കും. ബോധമില്ലാതെ ആൻസർ പറയരുത്. ബോധമില്ലാതെ പറയരുത്. അലിമോനിക്ക് വായിച്ചോ? വേഗം വായിച്ചോ. 10ാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ഒരു മിനിമം ബോധം ഉണ്ടാക്കിയെടുത്തേ. ചോദ്യത്തിന് മിനിമം ഒരു ബോധം. പത്താമത്തെ എക്സർസൈസിൽ 10ാമത്തെ. ശരിക്കും വായിക്കും.
ഫുള്ളായി വായിക്കും, മനസ്സിരുത്തി വായിക്കും, അല്ലാതെ കിട്ടില്ല. ഓക്കെ, നോക്കാം. പറഞ്ഞോ, മീനിങ് കിട്ടിയാലോ ആൻഡ്രൈസ് ചെയ്ത്, മീനിങ് കിട്ടിയാലോ ആൻഡ്രൈസ് ചെയ്ത്. നല്ല ക്വസ്റ്റിനാ, കഴിഞ്ഞ ചാപ്റ്ററോട് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ അസ്ലം സി എസ് എന്തെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്? അസ്ലം സി എസ് എന്തെല്ലാം വന്നിട്ടുണ്ട്? ആദ്യം തന്നെ അതിന്റെ സ്പീഡ് ജെറ്റിന്റെ സ്പീഡ്, ഇത് എന്താ കേസ്? അതൊന്നും പറഞ്ഞേ, ഇത് എന്താ കേസ്? ഇത് എന്ത് കണ്ടുപിടിക്കാനായി? ഏതായിരിക്കും ടോപ്പിക്? ജെറ്റിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ അതിനകത്ത് വിങ്സിലുണ്ടാവണേ. അതെ, അപ്പൊ എന്തായിരിക്കും ഇതിനകത്ത് കേസ്? ഏതാ ഹെഡിങ്? ഏതായിരിക്കും? ഇത് ഏതായിരിക്കും ഹെഡിങ്? എന്ത് ഫോമിലേക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോണേ? എന്തായിരിക്കും അത് കോൺസെപ്റ്റ്? എന്ത് കോൺസെപ്റ്റ് അതിനകത്ത് ഉപയോഗിക്കാൻ പോണേ? എപ്സിലോൺ ഈക്വൽ ടു BLV. എപ്സിലോൺ ഈസ് ഈക്വൽ ടു BLV ഉപയോഗിക്കാൻ പറ്റുമെന്ന് നീ പറഞ്ഞ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എപ്സിലോൺ ഈസ് ഈക്വൽ BLV ഉപയോഗിക്കാനുള്ള എന്താ കാരണം? എപ്സിലോൺ ഈസ് ഈക്വൽ BLV ഉപയോഗിക്കുന്നത് എന്തായിരിക്കണം നമ്മുടെ കണ്ടീഷൻ? എങ്ങനത്തെ കണ്ടീഷനായി ഫോർമുല ഉപയോഗിക്കുന്നത്? ക്ലോസ് ലൂപ്പ് ആയിരിക്കണം. ഒന്ന് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം. യഥാർത്ഥത്തിൽ കേട്ടോ, കേട്ടോട്ടോ അസ്ലമേ, എല്ലാവരും കേട്ടോ. അസ്ലം പറഞ്ഞു ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണല്ലോ സാറേ, അപ്പൊ ഇത് പറ്റൂല്ലോ ഒന്ന്. ക്ലോസ്ഡ് ലൂപ്പ് ആണെന്ന് ഒരു നിർബന്ധമില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോയിന്റ് അതാണ്. നമ്മൾ ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ലൂപ്പാണ്, പക്ഷെ ഫോർമുലയിലെ ക്ലോസ്ഡ് ലൂപ്പിന്റെ ഏരിയയുമായി ഒരു ബന്ധവും വരുന്നില്ല. മൂവ് ചെയ്യുന്ന ലെങ്ത്തിൽ മാത്രമാണ് ബന്ധം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ബേർഡ്സിന്റെ കേസ്, ബേർഡ്സിന് ക്ലോസ്ഡ് ലൂപ്പ് ആവണില്ല, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത് അത് പ്രശ്നമില്ല. അപ്പൊ അത് നിങ്ങൾ പ്രത്യേക നോട്ടാണത്. അതിനല്ലേ ഞാനിങ്ങനെ ചോദിക്കണേ, അതിനല്ലേ പ്രോബ്ലം ചോദിക്കണേ. ക്ലോസ്ഡ് ലൂപ്പാണ് നിർബന്ധമില്ല. അത് ഡെറിവേഷന് വേണ്ടി നമ്മൾ ആ പാർട്സ് ഒന്നും എല്ലാം ഫോർമുലയിൽ വരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ റോളില്ല. നാളെ അതിന്റെ അർത്ഥം ഇനി പറഞ്ഞ നീ. പിന്നെ ബാക്കി എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നെ എന്താ കണ്ടീഷൻ ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ? പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, എങ്ങനെയാ പറഞ്ഞ? അതിലെ വേറെ ഒരു ഇമ്പോർട്ടന്റ് കണ്ടീഷൻ എന്താ പറയാ? നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറയണേ? മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ഇയാൾ മൂവ് ചെയ്യേണ്ടത്. ഈ കണ്ടക്ടർ മൂവ് ചെയ്യേണ്ടത് മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് പറയണ്ടോ ആദിലേസിയുടെ? എർത്തിന്റെ മേളിക്കൂടെ പോണത്. എർത്തിന്റെ അങ്ങനെയല്ലേ പറയണുള്ളൂ. ആ സ്ഥലത്തെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ആദിലേസി തരുന്നുള്ളൂ. അത് പ്രശ്നമല്ലേ? ആ സ്ഥലത്തിലെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണോ? അപ്പൊ നമ്മുടെ മുകളിലേക്ക് പോവാ. ഞാൻ കേട്ടെ, നമ്മുടെ ഇന്ത്യയുടെ മുകളിൽ കൂടെ പോവാണ് ഒരു പ്ലെയിൻ. ശരിക്കും ശ്രദ്ധിച്ചല്ലോ, കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് കൂട്ടിച്ചേർക്കണം. അതാണ് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് കൂട്ടിച്ചേർക്കണം. നമ്മുടെ ഇന്ത്യയുടെ മുകളിൽ കൂടെ ഒരു പ്ലെയിൻ പോവാണ്. ആ പ്ലെയിൻ, ഇന്ത്യയുടെ മുകളിൽ കൂടെ പ്ലെയിൻ പോകുമ്പോ കേട്ടോട്ടോ, ശ്രദ്ധിച്ചോട്ടോ, ഈ പ്ലെയിൻ, ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഈ ലെങ്ത് ഏതായിട്ട് എടുക്കണം? ഒന്ന് പറഞ്ഞ ന്യൂസറിൻ, ലെങ്ത് ഏതായിട്ട് എടുക്കണം? ഈ പ്ലെയിന്റെ ലെങ്ത് എന്തായിട്ട് എടുക്കണം?
ജോയിൻ ചെയ്തോളൂ. അതാ ഞാൻ ചോദിച്ചത്, കണ്ടില്ല. ഷെറിനെ, ഇത് പ്ലെയിന്റെ ഇതിന്റെ ലെങ്ത് എന്തായിട്ട് എടുക്കണം? $25 മീറ്റർ വിങ്സ് ഉണ്ട്. അതായത് ഇങ്ങനെ ചിറകുകൾ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്കറിയാം ചിറകുകൾ. ഇപ്പൊ നമ്മൾ പ്ലെയിൻ ഇങ്ങനെ പറക്കുകയാണെങ്കിൽ അതിന് ചിറകുകൾ ഇങ്ങനെ പറക്കുകയാണെങ്കിൽ ചിറകുകൾ ഉണ്ടല്ലോ. ഇപ്പുറത്തേക്ക് നിൽക്കുന്ന ചിറകുകൾ ഇങ്ങനെ, ഇപ്പുറത്തേക്ക് നിൽക്കുന്ന ചിറകുകൾ ഇങ്ങനെ പോവാണെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുന്ന ചിറകുകൾ ഉണ്ടല്ലോ. ഈ പ്ലെയിൻ ഇങ്ങനെ പോവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിറക് നിൽക്കും. ഇങ്ങനെയാണ്. ഇതാണ് ചിറക്. അപ്പൊ പ്ലെയിൻ ഇങ്ങനെ പോവാണ്, റൈറ്റ്? അപ്പൊ ഈ ചിറകിന്റെ നീളം, അപ്പൊ ഇതാണ് 25 മീറ്റർ. അപ്പൊ ഇയാൾ ഇങ്ങനെ പോകുമ്പോ ശ്രദ്ധിച്ചോളാം, നമ്മുടെ എർത്തിന്റെ മുകളിൽ കൂടെ പോവാണ്. എർത്തിന്റെ മുകളിൽ കൂടെ ഇയാൾ ഇങ്ങനെ പോവാണ്. അപ്പൊ ഇതാണ് നീളം, സ്പാൻ 25 മീറ്റർ. ഇങ്ങനെ പറയാം, മനസ്സിലാവും നമുക്ക്. ഇതാണ് 25 മീറ്റർ ഉള്ള സാധനം. അങ്ങനെ ചിന്തിക്കണം നമ്മൾ. അപ്പൊ ഇങ്ങനെ പോവാണ്. അപ്പൊ ഇവൻ പോകുമ്പോ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് മോളിൽ നിന്ന് ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡാ. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. സജഷൻ പറയാനുള്ള ഒരു ഹാൻഡ് റൈസ് ചെയ്ത്. മുദ്ദസിറെ, എന്താ മുദ്ദസിർ പറയുന്നത്? അവിടെ ഉണ്ടോ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ മുദ്ദസിറെ? അതായത് ആ മാഗ്നറ്റിക് ഫീൽഡ് ആണോ നന്നാക്കണേ? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അതെന്നാണ്. പക്ഷെ അത് പെർപെൻഡിക്കുലർ ആണോ? ഞാൻ പറഞ്ഞ മോളിൽ നിന്ന് കൃത്യം പെർപെൻഡിക്കുലർ ആണോ? സാധ്യതയുണ്ടെന്ന്. ശരി, എന്താ ഐഷ സലീമിന്റെ അഭിപ്രായം? മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനും ഉണ്ട്. പക്ഷെ ഈ തന്നാക്കണ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അഭിന, വാട്ട് ഈസ് യുവർ ആൻസർ അഭിന? ബ്രില്യന്റ്. അതാണ് അതിനകത്ത് ആൻസർ. പുള്ളി ശരിക്കും ശ്രദ്ധിച്ചോളൂ, അത് ബ്രില്യന്റ് ആൻസർ. അതായത് എന്താണെന്നറിയാം, അതാണ് വെക്ടറിന്റെ കോൺസെപ്റ്റ്, ഫിസിക്സിന്റെ കോൺസെപ്റ്റ് അതിനകത്ത് കയറി വരുന്നത്. എന്താണെന്നറിയാം, അതൊരു എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റാണ്. നിങ്ങൾ ഇത് മനസ്സിലാവുന്ന കുറെ പേര് ഫിസിക്സ് പഠിക്കാൻ പോകും. ഫിസിക്സ് പഠിക്കാൻ പോവാന്നല്ല ഇതിന്റെ ശരി. ഫിസിക്സ് ഇങ്ങനത്തെ ഐഡിയ ഉപയോഗിക്കാൻ പറ്റിയാൽ എഞ്ചിനീയറിംഗിനാണ് പോകേണ്ടത്. ഇത് നമുക്ക് പറയാൻ പറ്റേണ്ട, ആൻസർ ചെയ്യാൻ പറ്റേണ്ടെങ്കിൽ ശ്രമിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ശ്രമിക്കാത്തവരെ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല പിന്നെ ഏതാ കോലം എന്നുള്ളത്. ശ്രമിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു എഞ്ചിനീയറിംഗ് സ്കില്ലാട്ടോ. കുറെ പേര് ഞാൻ കണ്ട കുറെ പേര് BSc ഫിസിക്സിൽ പോകും. BSc ഫിസിക്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഇങ്ങനെയല്ല അത്. അതിന്റെ ഒരു തിയററ്റിക്കൽ അപ്രോച്ച് ആണത്. ശരി, അതവിടെ നിൽക്കട്ടെ, പിന്നെ ഞാൻ പറയാം. അപ്പോ എവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഭൂമിയിൽ പല സ്ഥലത്ത് പല കോലത്തിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ഹൊറിസോണ്ടൽ, പിന്നെ ചെരിഞ്ഞ്, പിന്നെ കുത്തനെ, അങ്ങനെയൊക്കെ വരും. പക്ഷേ വെക്ടർ കമ്പോണൻസിന്റെ ഐഡിയ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ചെരിഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ്, പ്രത്യേകം പറയുന്നത് ഡിപ്പെൻഡ് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് അവിടെ ഉണ്ട്. ആ ഹൊറിസോണ്ടൽ കമ്പോണന്റിനേക്കാൾ ഒരു ഇത്തിരി അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, താന്നിട്ടുണ്ട്. എന്നാണല്ലോ ഡിപ്പ് എന്ന് പറയുന്ന സാധനം, താന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് അങ്ങനെ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കിടക്കുന്നത്. ഇതാണ് BE. കണ്ടോ, കഴിഞ്ഞ ചാപ്റ്റർ കയറി വരുന്നുണ്ടോ, അതാണ് ഞാൻ ജയിച്ചത്. ഇതാണ് തന്നാണ് 5 × 10⁻⁴ ടെസ്ല. ആ സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് 5 × 10⁻⁴ ടെസ്ല ആൻഡ് ഇറ്റ് മേക്സ് ആൻ ഡിപ്പ് ആംഗിൾ ഓഫ് 30 ഡിഗ്രി, 30 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചെരിഞ്ഞാണ് നിൽക്കുന്നത് ആ തരത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇതൊരിക്കലും പെർപെൻഡിക്കുലർ അല്ല. പക്ഷേ ചെരിഞ്ഞൊരു വെക്ടറിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്, രണ്ട് കഷ്ണങ്ങൾ ഉണ്ട് അവന്. ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കലും. അപ്പൊ നിർബന്ധമായിട്ട് ഓരോ എന്തുണ്ട്, ഒരു വെർട്ടിക്കൽ ഉണ്ട്, ഒരു വെർട്ടിക്കൽ കഷ്ണവനുണ്ട്. ഈ വെർട്ടിക്കൽ കഷ്ണം ഉറപ്പായിട്ട് വെർട്ടിക്കൽ കഷ്ണം നേരെ കുത്തനെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആർക്ക്? നമ്മൾ ഈ പറക്കണ ആൾക്ക്. അപ്പൊ മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ അല്ല. 5 × 10⁻⁴ ടെസ്ല പെർപെൻഡിക്കുലർ അല്ല. പക്ഷെ അതിന്റെ ഒരു കഷ്ണമായ വെർട്ടിക്കൽ കമ്പോണന്റ് ഇവര് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മൾ B എടുക്കുമ്പോ ആ B എടുക്കാൻ പാടില്ല. 5 × 10⁻⁴ എടുക്കാൻ പാടില്ല. വി ഹാവ് ടു സെലക്ട് വെർട്ടിക്കൽ കമ്പോണന്റ്. അതെടുക്കാവൂ. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. 30 BE ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത് കണ്ടുപിടിക്കാം. അതിൽ ഏതാ നോക്കാം. ഇതാണ് വെർട്ടിക്കൽ കമ്പോണന്റ്. BE പണ്ട് ഞാൻ പഠിപ്പിച്ചോളെ ഇത് I എന്ന് വിളിക്കും. അപ്പൊ ഇത് BE ആണ്. I അപ്പൊ നമ്മൾ നോക്കും, ഇത് ഓപ്പോസിറ്റ് ആണ്, ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ സൈൻ കൊടുത്താൽ മതി. എന്താ, അപ്പൊ നമ്മളിവിടെ കൊടുക്കും sin I = ഓപ്പോസിറ്റ് BE/B, ഹൈപ്പോട്ടനസ് B.
അപ്പൊ വേണ്ടതാര വിഇ. അപ്പൊ വിഇ ഈസ് ഈക്വൽ ടു വിഇ സൈൻ ഐ. അപ്പൊ ഫിഗർക്ക് വരെ ചോദിച്ചിട്ടാണ് തീരുമാനിക്കുക. ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിപ്പിച്ചാക്കണം. വിഇ സൈൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 10⁻⁻4 into സൈൻ ഐ സൈൻ 30. സൈൻ 30 1/2 എളുപ്പമായി വെട്ടി. 2 പോയിന്റ് ഇതാണ് എടുക്കാവുള്ളൂ. ഇതാണ് എന്തായിട്ട് എടുക്കാവുള്ളൂ, നമ്മുടെ എപ്സിലോൺ BLVയിലെ ബി ആയിട്ട് എടുക്കാവുള്ളൂ. കണ്ടോ? അപ്പൊ ഐഡിയ ഉണ്ടെങ്കിൽ അല്ലേ നോക്കി നിങ്ങൾ ആ തിയറി വെൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അറിയാമെങ്കിലാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ടോ അതിനകത്ത്? ചെയ്യാൻ പറ്റില്ല. പറഞ്ഞോ, മനസ്സിൽ തോന്നിയ സംശയമൊക്കെ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചെടുക്കുന്നത്. വെറുതെ ഞാൻ പറഞ്ഞത് അങ്ങനെ എഴുതിയെടുക്കണ്ട. അങ്ങനെ എഴുതിയെടുക്കണ്ട. നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ എഴുതിയെടുക്കാതിരിക്കല്ല. കുറെ ആളുകൾ പകുതി മനസ്സിലാക്കി, 60% മനസ്സിലാക്കി, 90% മനസ്സിലാക്കി. അങ്ങനെ എഴുതണ്ട. 100% മനസ്സിലായിട്ട് നോട്ട് എഴുതിയാൽ മതി. അതൊക്കെ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, ബി സൈഡ് 2.5 ടെസ്ലയാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിന്റെ വെലോസിറ്റി കാര്യങ്ങൾ therefore എപ്സിലോൺ, അതാണ് അവിടുത്തെ കളി. എപ്സിലോൺ is equal to 2.5 into 10⁻⁴ into L ലെങ്ത് 25 മീറ്റർ ആണ്. കുഴപ്പമില്ല. വി വെലോസിറ്റി പോകുന്ന 1800 km/h. ആ മാറ്റണം. മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റില്ലെങ്കിൽ വോൾട്ട് കിട്ടില്ല. മീറ്റർ 1800 അത് എളുപ്പമാണ്. 1800 മാറ്റാൻ km/h മാറ്റാൻ 1800 km/h മാറ്റി മീറ്റർ/സെക്കൻഡിലേക്ക് പോകും. 1800 ഇൻറ്റു കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് കിട്ടും 5/18 കിട്ടും. അല്ലെങ്കിൽ സംശയമുള്ള അതെന്നും സംശയമുള്ള 1000/36 ഇത് ചെയ്താൽ മതി. അവരുടെ സെക്കൻഡിലേക്ക് മാറ്റുക, കിലോമീറ്റർ മീറ്ററിലേക്ക് മാറ്റുക 1000, അവരുടെ സെക്കൻഡിലേക്ക് 3600 അത് കിട്ടുമ്പോൾ ഇത് എളുപ്പമാണ്. 500 മീറ്റർ/സെക്കൻഡ് 500 അടിച്ച വാല്യൂ അത്രയും വോൾട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്യാൻ വരാം. കാര്യങ്ങൾക്ക് റെഡി ആയിക്കോ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മോഷണൽ EMF. സംശയമുള്ള എന്തെങ്കിലും പറയണ്ട ഉള്ളത്? ഓക്കെ, ഓക്കെ റെഡി. അടുത്ത ഹെഡിങ് ആണ് എഡി കറൻസ്. എഡി കറൻസ് ആണ്. ടെക്സ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അമീന സിദ്ധി ഒരു ചായ ഒക്കെ കുടിച്ചിട്ടിരുന്നേ. വാ വിളിക്കൽ കണ്ട് നിർത്തിക്കേ. ചായ ഒക്കെ കുടിച്ചിട്ടിരുന്നേ രാവിലെ അടിച്ച്. ഓക്കെ, അടുത്ത ഹെഡിങ് എഡി കറൻസ്. ഓക്കെ, നമുക്ക് ചോദിക്കുന്നതാണ് എഡി കറൻസ്. തിയററ്റിക്കൽ അപ്രോച്ച്, മാത്സ് പ്രോബ്ലം അതിനകത്ത്. ഫോക്കൾട്ട് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇതൊന്ന് ചെയ്തത്. ഒരുപാടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത്. ഫോക്കൾട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ചെയ്തു നോക്കി. അദ്ദേഹം ഒരു കാര്യം ചെയ്തു നോക്കി. എന്താ ചെയ്തു നോക്കിയത് ഞാൻ പറയാം. പുസ്തകം മാറ്റി വെച്ചോ, പുസ്തകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പുസ്തകം നോക്കിയാൽ ചുമ്മാ ക്വസ്റ്റ്യൻസ് പഠിക്കുള്ളൂ. പുസ്തകം മാറ്റി വെച്ച് ആൻസർ പറയും വേണ്ടായിരുന്നു. ഇതാ ഒരു നോർത്ത് പോള് ഇങ്ങനെ വെച്ചേക്കാം. അവിടെ നോർത്ത് പോൾ ഇവിടെ വെച്ചേക്കാം. ഒരു സൗത്ത് പോൾ വെച്ചേക്കാം. സൗത്ത് പോൾ, സൗത്ത് പോൾ, സൗത്ത് പോൾ. ഇതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്ക്
ഡയമെൻഷൻ. നമ്മളൊരു വലിയ മെറ്റൽ പീസ്, ഒരു ബ്ലോക്ക്, ഒരു മെറ്റൽ ബ്ലോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ആ മെറ്റൽ ബ്ലോക്കിൽ നമ്മളിങ്ങനെ കെട്ടി സസ്പെൻഡ് ചെയ്ത് വെച്ചാൽ അതിന് നമ്മളിങ്ങനെ ഇങ്ങോട്ട് ആട്ടി ഇങ്ങോട്ട് കൊടുക്കും. കെട്ടിയിട്ടാക്കുക, സസ്പെൻഡ് ചെയ്താക്കുക, അതിന് മൂവ് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കൊടുക്കും. ആട്ടാണ് അതിനകത്ത് ഫ്രീലി സസ്പെൻഡ്. ഇറ്റ് ഈസ് മൂവിങ് വെരി ഫ്രീലി. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, കുറച്ചുകൂടെ മനസ്സിലാവും. ആൻസർ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നിയ ആൻസർ പറഞ്ഞു. നമുക്ക് ഇവനിങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയാക്കാം. ഇതാ കുറച്ച് മൂവ് ചെയ്താണ് ഇവിടെ എത്തി. ഇങ്ങനെ പോവാ, മൂവ് ചെയ്ത് ഇപ്പുറം എത്തി. ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ് സച്ചിൻ വിളിക്കുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇത് ഇതാണ് മെറ്റൽ ബ്ലോക്ക്. നിങ്ങൾക്ക് ഇത് മനസ്സിലായ ശേഷം, ഞാൻ പറഞ്ഞ് മനസ്സിലായ ശേഷം അതിന്റെ ഷോർട്ട് ഫോം എഴുതി വെച്ചാൽ മതി. എന്റെ ചോദ്യം എന്താണെന്നറിയാം, ഫാക്കൽറ്റി ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ടഫായിട്ട് നിങ്ങൾ വരച്ചു വെച്ചാൽ മതി. ഫാക്കൽറ്റി ചോദിച്ചത് അദ്ദേഹം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഇങ്ങോട്ട് വരുമ്പോ ചോദ്യം ഇതാണ്, ഇവന്റെ മേത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. ആ മെറ്റൽ ബ്ലോക്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? അതാണ് ചോദ്യം. ഈ വലിയ മെറ്റൽ ബ്ലോക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറി അവൻ പുറത്തേക്ക് പോകും, വീണ്ടും തിരിച്ചു വരും. ആടുകയാണ്, ഊഞ്ഞാലാടും പോലെ ആടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ? ഇൻഡ്യൂസ് EMF ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? എല്ലാവർക്കും ആൻസർ പറയാം, എല്ലാവർക്കും അഭിപ്രായം പറയാന്ന്. അല്ല വേറെ ആരും കൈ പൊക്കട്ടെ, എല്ലാവരും കൈ പൊക്കണമല്ലോ. അല്ലെ പിന്നെ ക്ലാസ്സിൽ ഇരിക്കണ്ടല്ലോ നിങ്ങൾ. യു ആർ നോട്ട് സപ്പോസ്, റൈറ്റ്? എല്ലാവരും കൈ പൊക്കണമല്ലോ. എന്തേ അലിമോൻ എന്തേ കൈ പൊക്കാൻ പറ്റില്ല? നീ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കോ, അതാണ് നല്ല. പിന്നെ നീ ഇരിക്കണേ, നീ ഒരു അഭിപ്രായം പറഞ്ഞേ. പിന്നെ ക്ലാസ്സിൽ നീ ഇരിക്കണേ, കൈ വരെ പൊക്കാൻ നീ അഭിപ്രായം പറഞ്ഞേ. നീ ആദ്യം കൈ പൊക്കിക്കേ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കണ്ട. നീ പോ. ഇന്നെ ഞാൻ പൈസ വാങ്ങണേ, പറ. നീ പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. ഞാൻ EMF ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? നീ അഭിപ്രായം പറയും. ഉണ്ടായിരിക്കും. ഉണ്ട്. ഏതാ ഉണ്ടോ ഇല്ലയോ? അതായത് ഓർമ്മിച്ച് പറഞ്ഞേ. ഉണ്ട്. ശരി, ഓക്കെ. ബാക്കി കൈ തത്തിക്കോ, ഞാൻ ചോദിക്കട്ടെ. ബേസിലെ വാട്ട്സ് യുവർ ആൻസർ? ബേസിൽ ഏതാണ്ട് ഒരു ക്ലാസ്സിൽ വന്നിരുന്ന ചത്ത പോലെ ഇരിക്കുന്നത് ഞാൻ പറയട്ടെ. എനിക്ക് ആ പൈസ വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ആ പൈസ എനിക്ക് ഉപയോഗിക്കാനും പാടില്ല. പറ ബേസിലെ, ചാൻസ് ഇല്ലല്ലോ. എങ്ങനെയാ ബേസിലെ അഭിപ്രായം? ഉണ്ട്. എന്തായിരിക്കും എന്താ അങ്ങനെ പറയാൻ കാരണം? നീ പറഞ്ഞോ. ശരിയോ തെറ്റോ ഞാനാ പഠിപ്പിക്കണേ. ഇറ്റ്സ് എ ന്യൂ ടോപ്പിക്, റൈറ്റ്? നിനക്ക് ശരിയോ തെറ്റോ ഞാനാ പഠിപ്പിക്കണേ. നിന്റെ ഒരു സജഷൻ ചോദിക്കണേ. അതിനകത്തൊന്ന് ഇറങ്ങണല്ലോ നിങ്ങൾ അതിനകത്തേക്ക്. പറ. മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ടല്ലോ. എവിടെ? എവിടെ? ഈ നോർത്തിന്റെ സൗത്തിന്റെ ഇടക്ക്. അപ്പോ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മെറ്റൽ ബ്ലോക്ക് വന്നു കഴിയുമ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന്റെ ഇൻഡ്യൂസ് അതെ അത് തന്നെയാ സംഭവം. അതായത് സംഭവം അത് തന്നെയാ, അവൻ പറഞ്ഞു തന്നെയാ സംഭവം. അതാ ഞാൻ ചോദിക്കണം. അതായത് ഈ മെറ്റൽ ബ്ലോക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും ഒരു അഭിപ്രായം അത് പറയാൻ വേണമല്ലോ. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നു. ശരിയോ തെറ്റോ? പിന്നെ അവൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഈ മെറ്റൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. മെറ്റൽ ബ്ലോക്ക് എടുത്തു പറയുന്നത്. മെറ്റൽ ബ്ലോക്ക് അതൊരു കണ്ടക്ടറാണ്. വലിയ മെറ്റൽ ബ്ലോക്കാണ്, ലാർജാണ് ശരിക്കും. കറക്റ്റ്. അത് കാരണം പറഞ്ഞില്ല. ലാർജ് അല്ല, ഒരു കോയിൽ വെച്ചാലും ചെറുത് വെച്ചാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ല. പുറത്തിരിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് എഴുതാനുള്ള ആവശ്യമുള്ളവർ എഴുതുക. പുറത്തിരിക്കുമ്പോൾ അവന് മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആണ്. മാഗ്നറ്റിക് ഇല്ല, മാഗ്നറ്റിക് ഇല്ല. പക്ഷെ അവൻ ഇങ്ങോട്ട് ആടി ഇങ്ങോട്ട് വരുമ്പോ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയാണ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുകയാണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്.
ആ ചുരുക്കത്തിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് സംഭവിക്കുകയാണ്. കേറുമ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടി വരും. മാഗ്നറ്റിക് ഫ്ലക്സ് കൂടി വരും. എന്നിട്ട് ഇവിടെ വരും. പുറത്തേക്ക് കിടക്കുമ്പോ എന്താ സംഭവിക്കാൻ പോണേ? പറഞ്ഞേ. പുറത്തേക്ക് കിടക്കുമ്പോ എന്താ സംഭവിക്കണേ? മാഗ്നറ്റിക് ഫ്ലക്സ് അങ്ങനെ നിൽക്കോ, കൂടോ കുറയോ? കുറയില്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് പിന്നെ കുറയും. പുറത്തേക്ക് ഇങ്ങനെ കടന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയും അവന്റെ അടുത്ത്. പിന്നെ ദൂരത്തേക്ക് വരും, വീണ്ടും 0 ആവും. വീണ്ടും തിരിച്ചു വരുമ്പോഴോ അമീൻ അസിദ്ധി പറഞ്ഞേ, തിരിച്ചു വരുമ്പോഴോ തിരിച്ചു വന്ന് കയറുമ്പോഴോ പിന്നെ വീണ്ടും കൂടും. അബ്സല്യൂട്ട്ലി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആൻമേരി, ഞാൻ അഭിപ്രായം ചോദിക്കട്ടെ. അഭിപ്രായങ്ങൾ മാത്രം പറയാൻ, തെറ്റ് പറഞ്ഞാൽ ഞാൻ പ്രശ്നമാക്കില്ലേ. ഞാൻ ചോദിക്കുന്നത് ആൻമേരിക്ക്, അപ്പൊ ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നത്, ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ അവിടെ എന്തുണ്ടാവും ആൻമേരി? ഒരു സ്ഥലത്ത് ഫ്ലക്സ് ചേഞ്ച് സംഭവിച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് സംഭവിച്ചാൽ അവിടെ എന്തുണ്ടാവും? ഒരു മെറ്റലിന്, ഒരു കണ്ടക്ടറിന് അവിടെ EMF ഉണ്ടാവും. ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ EMF ഉണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ചോദിക്കട്ടെ ആൻമേരിയെ, ഈവൻ വന്ന് കേറുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ അല്ലാതെ നിങ്ങളാട്ടോ തീരുമാനിക്കണേ. നോട്ട് എഴുതണോ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനം. സംശയം ഭാവിയിൽ എടുത്തു നോക്ക്, മനസ്സിലായത് എല്ലാം എഴുതിക്കോ. അത് നിങ്ങളുടെ ഭാഷയിൽ ഷോർട്ടായിട്ട് എഴുതിക്കോ. അതാണ് നോട്ട് നമ്മുടെ. ആൻമേരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഓരോരുത്തരും ഞാൻ ചോദ്യങ്ങളാണ് ആൻസർ ആവുന്നത്. ഈ വന്ന് കേറുമ്പോണ്ടല്ലോ ആൻമേരി, വന്ന് കേറുമ്പോ ഇവന്റെ മേത്ത് എന്തുണ്ടാവും? EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ശരി, ഞാൻ ചോദിക്കുന്നത്, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ മേത്തൊരു കറണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവും. EMF ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാവും. മാത്രമല്ല അതൊരു മെറ്റൽ ബ്ലോക്ക്, ലാർജ് മെറ്റൽ ബ്ലോക്ക് ആകുമ്പോൾ ആ കറണ്ട് അത്യാവശ്യം നല്ല വാല്യൂ ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഈ ലാർജ് മെറ്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റുകളൊക്കെ നിങ്ങൾ എന്തൊക്കെ എഴുതും? d5/dt ഉണ്ടായി വന്ന് കേറുമ്പോ അതൊക്കെ നിങ്ങളാണ് എഴുതണേ. ഐഷ സെലിം എഴുതണട്ടോ. തടി കൈ കൊടുത്തോണ്ടിരിക്കുന്നത്, പിന്നെ നോക്കുമ്പോ ഉണ്ടാവില്ല അതിനകത്ത്. അപ്പൊ വന്ന് കേറുമ്പോ വളരെ സില്ലിയായിട്ട് എടുക്കരുതെന്നായി പറഞ്ഞത്. രാവിലെ എഴുതിച്ചിരുന്നിട്ട് വളരെ സില്ലിയായിട്ട് കാണിച്ച് കഞ്ചു ചിരിച്ചിരിക്കരുതെന്നാ പറഞ്ഞത്. അതിന്റെ സീരിയസ്നെസ് കിട്ടി, പഠനത്തിന് സീരിയസ്നെസ് പോകുന്ന നമ്മുടെ സബ്ജക്റ്റിന് മാത്രമല്ല. ഓക്കെ, അപ്പൊ വന്ന് കേറുമ്പോ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വന്ന് കേറുമ്പോ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. കൂടുമ്പോ അവന് EMF ഉണ്ടാവും. ആരില്ല? മെറ്റലില്. മാത്രമല്ല വലിയ മെറ്റൽ ബ്ലോക്ക് ആയതുകൊണ്ട് ഇറ്റ് ഇസ് എ ലാർജ് മെറ്റൽ ബ്ലോക്ക്. അതിനകത്ത് അല്ലെങ്കിൽ കറണ്ട് ഒഴുകും. EMF ഉണ്ടായ കറണ്ട് ഒഴുകും. ആ കറണ്ട് അത്യാവശ്യം ഹൈ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് കറണ്ട് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അത് കറണ്ട് ഉണ്ടാവും. മാത്രമല്ല ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഫോക്കൽട്ട് പഠിച്ചപ്പോ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. കറണ്ട് ഡയറക്ഷൻ നോക്കിട്ടോ, ഞാൻ വരയ്ക്കാം. ഇതിന്റെ ഉള്ളിൽ കറണ്ട് ഡയറക്ഷൻ വരയ്ക്കുമ്പോ അദ്ദേഹം കണ്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു ഡയറക്ഷനിലാണ് അദ്ദേഹം കണ്ടത്. കറങ്ങുമ്പോൾ അവിടെ ഉണ്ടായ കറണ്ട്, അതാണ് ഈ കറണ്ടിന്റെ ഒരു പ്രത്യേകത. അവനിങ്ങനെ കറങ്ങും പോലെ. കാരണം വലിയ മെറ്റൽ ബ്ലോക്കല്ലേ ഉള്ളത്, ഇവന് ഒഴുകണേ ശരിക്കും ഒഴുകും. ഒറ്റ മെറ്റൽ ബ്ലോക്ക് ആയതുകൊണ്ട് ആ കറണ്ട് ഡയറക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഡയറക്ഷൻ. ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊന്നുമില്ല. വയറാണ് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ, ഇത് വയറല്ല. അതിന്റെ ഉള്ളിൽ കറങ്ങും പോലെ. എവിടെ? വേൾപൂൾ എന്നൊക്കെ നമ്മൾ പറയും പോലെ, വേൾഡ് നമ്മൾ പറയില്ലേ, ചുഴി പോലെ. ചുഴി എന്നാണ് എന്റെ വാക്ക് ശരിക്കും പറഞ്ഞത്. ഒരു ചുഴി പോലെയാണ് ഈ കറണ്ടിന്റെ ഡയറക്ഷൻ വിട്ടുപോകുന്നത്. ആ ചുഴിക്ക് നമ്മൾ വേറെ പേരിട്ട് വിളിക്കും എഡീസ് ഇൻ വാട്ടർ എന്നാണ് ഈ ചുഴിക്ക് പറയുന്നത്. എഡീസ് എന്നാണ് ശരിക്കും ടെർമിനോളജി. എവിടെ? ഈ ചുഴിക്ക്, വെള്ളത്തിലുണ്ടാവുന്ന ചുഴിക്ക് എഡീസ് ഇൻ വാട്ടർ എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ ഇതൊന്നല്ല. ചില കുട്ടികൾ എഡീസ് ഇൻ വാട്ടർ നോക്കിയാൽ നാളെ എഡി കറണ്ട് എന്താന്ന് നോക്കുക, സാറേ വാട്ടറിൽ ഉണ്ടാവണം എഡീസ് അങ്ങനെ പറയണേ. മരപ്പൊട്ടന്മാരും നമ്മൾ വിളിക്കില്ലേ ക്ലാസ്സിൽ, എന്തിനാ ഇരിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ നാണക്കേടാണ്. തന്നെ വിളിക്കാവൂ. പഠിച്ചില്ല എന്നുള്ളൂ. ക്ലാസ്സിൽ ഇരുന്നിട്ട് ബോധമില്ലാതെ ആവരുത്. അപ്പൊ എഡീസ് ഇൻ വാട്ടർ നമ്മൾ ഉദ്ദേശിച്ചത് വെള്ളത്തിലെ ചുഴികൾ. അതുപോലെയാണ് ഈ വലിയ മെറ്റൽ ബ്ലോക്കിൽ ഉണ്ടാകുന്ന ആര്? യാസിനബു, വലിയ മെറ്റൽ ബ്ലോക്കിൽ ഉണ്ടാകുന്ന ആരെ കുറിച്ചാ പറയണേ? ആരെ കുറിച്ചാ പറയണേ? EMF അല്ല, കറണ്ട്. EMF ഡയറക്ഷൻ പറയാൻ പറ്റില്ല.
EMF ഇങ്ങനെ വളഞ്ഞിരിക്കുന്നോ കറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. EMF എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള സാധനം, അതങ്ങനെ ഉണ്ടാവില്ല. ഒഴുകുന്ന കറന്റ് കേട്ടോ. അല്ല നിനക്ക് സംശയം വന്നുണ്ടോ ചോദിക്കുമ്പോ, എഡീസ് ഇൻ വാട്ടർ പോലെയാണ് കറന്റ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ആ കറന്റിനെ വിളിക്കുന്ന പേരാണ് എഡി കറന്റ്. അതാണ് എഡി കറന്റ്. അതാണ് എഡി കറന്റ്. ഓക്കെ, ശരിക്കും ഞാൻ പറയാൻ ശ്രമിച്ചോളൂ കേട്ടോ. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവൻ അങ്ങോട്ട് പോകുമ്പോ വന്ന് കേറുമ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതലാണ്. കുറച്ച് കഴിയുമ്പോ പുറത്തേക്ക് പോകുമ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയാണ്? കുറയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോളാം, ഈ കറണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ലെൻസസിലോ എന്താ പറഞ്ഞേ ഒന്ന് പറഞ്ഞേ, മറ്റേ നെസ്ന ലെൻസസിലോ എന്താ പറഞ്ഞത്? ഇന്നലെ നമ്മൾ ലെൻസസിലോ പഠിച്ച അതിന്റെ ഒരു ആകത്തോ എന്ന് പറഞ്ഞു. ലെൻസസിലോ എന്തെന്നാ പറഞ്ഞേ? എന്തിനാണ് EMF ഉണ്ടാക്കണെന്നാ പറഞ്ഞേ? അത് തന്നെയാണ് സംഭവം. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടണതിനെ കുറയ്ക്കാനാണ് നോക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് കുറഞ്ഞാൽ കൂട്ടാൻ നോക്കും. അതാണ് ഇനേർഷ്യ. കറക്റ്റ് ആണ്, ആ വാക്ക് പറയാൻ പറ്റുന്നു. ആ ഐഡിയ മനസ്സിൽ കിടക്കണം. അല്ലെ ക്വസ്റ്റ്യൻ ആൻസർ വേറെ. അപ്പൊ ഇനി വന്ന് കേറുമ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുകയാണ്. അപ്പൊ അവനൊരു കറണ്ട് ഉണ്ടാക്കും, EMF ഉണ്ടാക്കും. കുറച്ചുമ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുകയാണ്. അപ്പൊ അവൻ തിരിച്ചുണ്ടാക്കും എന്ന് പറയുമ്പോ എന്താ രസം അറിയാമോ? ഉണ്ടാക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. അപ്പൊ അങ്ങോട്ടൊന്ന് കറങ്ങും, ഇങ്ങോട്ടൊന്ന് കറങ്ങും. അപ്പൊ ഇങ്ങനെ കിടന്ന് കറങ്ങും പോലെ വി ക്യാൻ ഫീൽ ഇറ്റ്, റൈറ്റ്? അത് വാഷിംഗ് മെഷീനില് വെള്ളം കിടന്ന് കറങ്ങാണ്ടില്ലേ? ഒരു സൈഡിലേക്ക് തന്നെ കറങ്ങിക്കൊണ്ടിരുന്ന അതെന്താവില്ല, സോക്കാവില്ല, ഇതാവില്ല, ഡാൻസ് ഒന്നും പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് കിടക്കും. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് അതിനകത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ നടക്കുന്നത്. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്. കാരണം കേറുന്നു ഇറങ്ങുന്നു, തിരിച്ചു കയറുന്നു ഇറങ്ങുന്നു. അപ്പൊ ഉണ്ടാവുന്ന കറണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ടാവുന്ന കറണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. അതാണ് എഡീസ് എന്നുള്ള വാക്ക്. അങ്ങോട്ട് കറങ്ങും, ഇങ്ങോട്ട് കറങ്ങും. ഏറ്റവും നല്ലത് വാഷിംഗ് മെഷീനിലെ വെള്ളത്തിന്റെ കേസാണ് നമുക്ക് ഏറ്റവും നല്ലത്. വാഷിംഗ് മെഷീനിൽ വെള്ളം കറങ്ങുന്നത് അത് എഡീസ് ഇൻ വാട്ടർ ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങും. അതാണ് ഇവിടുത്തെ ഉണ്ടാവുന്ന കറണ്ടിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഈ കറണ്ടിനെ എന്ത് പേര് വിളിക്കണേ? ആൻമരിയെ എഡി കറന്റ്. ചായയുടെ ബൂസ്റ്റാണ് എന്നെ വിളിക്കണേ. ശരി, എഡി കറന്റ് എന്നാണ് ഈ കറന്റിനെ വിളിക്കുന്നത്. ഇനി രസം തന്നെ കേട്ടോ. ഞാൻ ചോദിക്കട്ടെ പിള്ളേരെ, ശ്രദ്ധിച്ചോ? പിന്നെ ഇതിനകത്ത് കണ്ടുപിടിച്ച എന്താണെന്നറിയോ? ഈ പോക്ക് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. നമ്മളൊരു ഊഞ്ഞാലാട്ടിവിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ഊഞ്ഞാൽ നിന്നു. കാരണം ഫ്രിക്ഷൻ, എയർ ഫ്രിക്ഷൻ. ഇതങ്ങനെയല്ല, പെട്ടെന്ന് നിൽക്കും. കാരണം ആരെങ്കിലും പറയാം? ഇത് ഒരുപാട് ആടില്ല, പെട്ടെന്ന് നിൽക്കും. കാരണം ആർക്കെങ്കിലും പറഞ്ഞു? അമാൻ മുഹമ്മദ്, എന്താ കാരണം? ആ മാഗ്നറ്റിന്റെ ഇടയിലൊരു ഫ്രിക്ഷൻ ഇല്ലേ? അപ്പോ അതിലിങ്ങനെ തട്ടി സ്ലോ ആവണം. അതല്ല പറയാം കേട്ടോ. അതൊരു സ്വാഭാവികമായ അവന്റെ ചിന്തയാണ്. അമാൻ പറഞ്ഞത് അതിനകത്തൊരു ഡൗട്ട് വരും. അത് സാറേ, അതിങ്ങനെ പോകുമ്പോ മാഗ്നറ്റിന്റെ ഇടയിൽ പോകുമ്പോ ഫ്രിക്ഷൻ വഴി. ഞാൻ പ്രത്യേക കേസ് പറയാം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മാഗ്നറ്റിന്റെ ഇടയിൽ ഗ്യാപ്പാണ്, നല്ല ഗ്യാപ്പാണ്. മാഗ്നറ്റുമായിട്ട് ഒരു പിടുത്തവനില്ല. പിന്നെ ഒരു കേസോടെ ഞാൻ പറയാം. മാഗ്നറ്റ് പിടിച്ച് വലിക്കുക എന്ന് പറയുന്ന അതും നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കിപ്പോ. മാഗ്നറ്റ് അല്ലാന്ന് കൂട്ടിക്കോ. മാഗ്നറ്റേ അല്ല. ഞാൻ ഇപ്പൊ മാഗ്നറ്റ് കാണിക്കൊണ്ടല്ലോ നിങ്ങൾക്ക് സംശയം. ഒരു റൂമിൽ അല്ലാതെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് കൂട്ടും. ഇങ്ങനെ മാഗ്നറ്റ് വെച്ച് അതിന്റെ തൊട്ടടയിൽ കൂടെ എല്ലാം പോകണം. മാഗ്നറ്റിക് ഫീൽഡ് വേറെ രീതിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഒരു സോളിനോട് വെച്ചിട്ട് മൊത്തത്തിൽ അതിന്റെ ഉള്ളിൽ കൂടെ പോകണം. അതൊരു ഡൗട്ടുകൾ എനിക്ക് വരും. അമാൻ പറഞ്ഞ ഡൗട്ടുകൾ വരുമ്പോഴല്ലേ എന്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. ടീച്ചർക്ക് 40% ഒരു പ്രാസംഗികന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ 40% ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രസംഗത്തിൽ. ബാക്കി 60% കേൾക്കണവന്റെ ചിന്തയിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളാണ് അതിന്റെ ആൻസർ ആയിരിക്കും 60%. അപ്പോഴേ ഫുള്ളാവും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ 40% കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് 40 കൂടി വരും. ഒരു 3-4 പേര് ഒരു ടോപ്പിക്കിന് സംശയം ചോദിച്ചാൽ അത് 100 ആവും. അത് നിങ്ങൾക്ക് ഭയങ്കര ഗുണം.
ശരി, പറഞ്ഞോ. ആരാ പറഞ്ഞേ? കുറച്ച് പെട്ടെന്ന് നിന്ന് പോകും. കാരണം ആർക്കൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറയാം. പറഞ്ഞു നോക്കിയേ, സ്വാലിയെ വെറുതെ പറഞ്ഞു നോക്ക്, ധൈര്യം വേണമല്ലോ. അങ്ങനെ ഒരു നോർമൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ നോർമൽ കാരണമല്ല ഇത്, എന്തൊരു സ്പെഷ്യൽ കാരണം. സലാഹുദ്ദീൻ എന്നാ പറയാനുള്ളത് നോക്കിയേ. അല്ല, ഒരു മിനിറ്റ് സലാഹുദ്ദീൻ. അനഘ എന്താ പറയാനുള്ളത്? അനഘ എന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പോണെന്ന് നോക്കട്ടെ. ശരി ശരി, നോർമൽ ചിന്തകളാണ്, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇച്ചിരൂടെ കുറച്ചുകൂടെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാൻ പറ്റും നോക്കാം. സലാഹുദ്ദീൻ പറയാനുണ്ടോ എന്തായാലും? ഫോഴ്സ് ആണ്. ഞാൻ പറയാം. ലെൻസസ് ലോ എന്താ പറയുന്നത് സലാഹുദ്ദീനെ? ലെൻസസ് ലോ എന്താ പറയണേ? ലെൻസസ് ലോ പറയുന്നത്, കേട്ടോ നിങ്ങൾ, ലെൻസസ് ലോ പറയുന്നത് ഈ വരുന്ന ആളുടെ ഫ്ലെക്സ് കൂടരുത്. ഫ്ലെക്സ് കൂടാതിരിക്കാൻ അവന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. ഒപ്പോസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ശരിക്കും അവിടെ എന്താ നടക്കണേ? ഈ വരുന്ന മാഗ്നറ്റിക് കൂടുന്നതിനെ ഒപ്പോസ് ചെയ്യും. അപ്പൊ ഈ കറണ്ട് വഴി യഥാർത്ഥത്തിൽ എന്താ നടക്കണം? ഒപ്പോസിഷൻ നടക്കും. എന്ത്? വരുന്നതിനെ ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഈ കറണ്ട് ഉണ്ടാവുന്നത് വഴി ശരിക്കും ഒരു ഒപ്പോസിഷൻ നടക്കും. വന്ന് കയറുമ്പോൾ ഒരു ഒപ്പോസിഷൻ നടക്കും, ഇറങ്ങി പോകുമ്പോൾ. അപ്പൊ വന്ന് കയറുമ്പോൾ ഒരു പിടുത്തം, ഇറങ്ങി പോകുമ്പോൾ ഒരു പിടുത്തം. വന്ന് കയറുമ്പോൾ കയറണ്ട, ഒരു തള്ളല്, കയറണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങി പോകുമ്പോ പോകണ്ടെന്ന് പറഞ്ഞ ഒരു വരിക്കല്. അപ്പൊ 2 പ്രാവശ്യം കഴിയുമ്പോഴത്തെ സാധനം നിൽക്കും. എന്നോട് ഞാൻ പറയും, മനസ്സിലാവാൻ പാകത്തിനാ പറയുന്നത്. ലെൻസസിലോ എന്താ പറയുന്നത്? ലെൻസസിലോ പറയുന്നത് ഇതിനകത്ത് എഡി കറണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുന്നത്. ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. പുതിയ പേരിട്ട് വിളിക്കും, കേട്ടോളാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇത്. അതിൽ ഒന്നാമത്തെ സ്പെഷ്യൽ ടൈപ്പാണ് മോഷണൽ EMF. അതും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരാൾ മൂവ് ചെയ്തപ്പോ അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. അങ്ങനെ നമ്മളൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് എടുത്തു, അത് മോഷണൽ ചെയ്തു. രണ്ടാമത്തെ ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയി പഠിക്കുന്നത്. അത് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ, ഫ്ലക്സിന് ചേഞ്ച് അത് ഇതൊക്കെ തന്നെ. പക്ഷെ ഒരു പ്രത്യേക കോലത്തിലാണ് ഇവർ ഉണ്ടാവുന്നത് കൊണ്ട് അവൻ എഡി കറണ്ടിന് വിളിക്കുന്നത്. ഇത് ആര് തന്നെ ശരിക്കും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വഴി ഉണ്ടാണ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. മോഷണൽ EMF ആരാ? ഇൻഡ്യൂസ്ഡ് EMF ആണ്. അത് മനസ്സിലാക്കിക്കൊള്ളാം, ബോധം ഉണ്ടാക്കിക്കൊള്ളാം. അപ്പൊ ഈ കറണ്ടിന്റെ പണി എന്താണ്? ഈ ഉണ്ടാകുന്ന കറണ്ടിന്റെ പണി ഒപ്പോസ് ചെയ്യാതെ ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് സംഭവിക്കരുത്, ഫ്ലക്സ് കൂടരുത്. ഫ്ലക്സ് കൂടരുത് എന്ന് പറഞ്ഞാൽ ഈ സാധനം കൊണ്ട് വരരുത്, ഈ വന്ന സാധനം വരരുത്, വന്നാലല്ലേ കൂടുള്ളൂ. അപ്പൊ അതിനെയാണ് ഇവർ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചൊക്കെ വിജയിക്കും, ഫുള്ള് വിജയിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ വിജയിക്കും. ഫുള്ള് വിജയിച്ച ഒറ്റ നിൽക്കാനാണ് നിൽക്കും. അങ്ങനെ സാധനങ്ങളുണ്ട് ചിലത്. അപ്പൊ ഇവന്റെ പണി അവിടെ വിജയിക്കും. വന്ന് കയറുമ്പോൾ ഒരു തവണ എഡി കറന്റ് ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. ശരിക്കും എങ്ങനെ ഒപ്പോസ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ ഉണ്ടാവുന്ന എഡി കറന്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. കറണ്ട് റിസൾട്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ 2 മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസ്. അങ്ങനെ ശരിക്കും ഉണ്ടാവുന്ന എഡി കറന്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ നല്ല ഐഡിയ, നല്ല പക്കയോ. ഏത് ഈ അങ്ങനെയൊക്കെ കറക്റ്റ് മനസ്സിലാക്കണം. നമ്മൾ ലെൻസസിലോ ഡീപ്പായിട്ട് പോകാത്തോണ്ട് അവിടെ വേണ്ട. ഒരു ബൾക്ക് പീസില് ഒരു എഡി കറണ്ട് ഉണ്ടാവുമ്പോ ആ കറണ്ട് അവര് ചുറ്റും എന്തുണ്ടാക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡും അവിടെ നിലവിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റിപ്പൽ ചെയ്യും. കൃത്യമായി എഴുതിക്കോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ നേരത്ത് നല്ല പരിചയമുള്ള പോലെ തോന്നും. പുതിയൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഫീൽ ചെയ്യില്ല. നല്ല പരിചയമുള്ള ഇതെനിക്ക് അറിയാലോ, പിന്നെ ഞങ്ങൾ പഠിച്ചു പോകാൻ നമുക്ക് തോന്നും. അങ്ങനെയാണ് പഠിക്കുന്നത്. അങ്ങനെ പരീക്ഷയുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ആ ഫോക്കസ് ഏരിയയൊക്കെ വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ കാര്യങ്ങൾ ഭയങ്കര എളുപ്പത്തിലേക്ക് പോകും. ബൈ വീക്കിലി ആകുമ്പോൾ അതൊന്നും എടുത്ത് പഠിച്ചു നോക്കുക, അങ്ങനെ അങ്ങനെ പോവാ. പരീക്ഷ സമയമാകുമ്പോൾ എടുത്തു വെക്കുക, അപ്പൊ കാര്യങ്ങൾ എളുപ്പമുണ്ടാവും. അപ്പൊ എന്തായി? അപ്പോ അങ്ങനെ അവനൊന്ന് മാഗ്നറ്റിക് ഉണ്ടാക്കി മാറ്റി. ഇനി തിരിച്ചു പോകുമ്പോഴോ, ഇറങ്ങി പോകുമ്പോഴോ അങ്ങനെ തന്നെയാ. ഇറങ്ങി പോകുമ്പോഴും എഡി ലെൻസസിൽ എന്താ പറഞ്ഞേ? അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയാൻ പോവാ. ഇവിടെ പുറത്തേക്ക് പോകുമ്പോ കുറയാൻ പോവാ. അപ്പൊ കുറയരുത്, അപ്പൊ പുറത്തേക്ക് പോകരുത്, പിടിച്ചു നിർത്താൻ നോക്കും. അപ്പൊ അവൻ കറണ്ട് ഉണ്ടാക്കും. ആ കറണ്ട് വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതിന്റെ ഉള്ളില്. അത് വീണ്ടും അട്രാക്ട് ചെയ്യും, പിടിച്ചിരുത്താനല്ലേ. അപ്പൊ കറണ്ട് ഡയറക്ഷൻ അതല്ലേ മാറണേ.
അപ്പൊ കയറുമ്പോഴും ഒപ്പോസ് ചെയ്യും, ഇറങ്ങുമ്പോഴും പിടിച്ചിരുത്തും. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, 2 പ്രാവശ്യം ആടി കഴിയുമ്പോൾ നിന്ന് പോകും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാമ്പിങ്. ഡാമ്പിങ് ഡാമ്പിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിന്ന് പോണേ ഡാമ്പിങ്. ഊഞ്ഞാല് ഡാമ്പ് ചെയ്യും, ഇങ്ങനെ വന്ന് കുറഞ്ഞു 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 നിൽക്കും. ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിൽക്കും. ഡാമ്പിങ് ഫാൻ എടുക്കണ്ട, ഓസിലേഷൻ ആയിട്ടുള്ളത് നല്ലത്. ഊഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കുക ഡാമ്പിങ് എന്നാ പറയുന്നത്. പയ്യെ 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 ചില ഊഞ്ഞാല് ഭയങ്കര പിടുത്താണ്, പെട്ടെന്ന് നിൽക്കും. അത് പെട്ടെന്ന് ഹൈ ഡാമ്പിങ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. അതെന്താണ്? സാധാരണ ഫ്രിക്ഷൻ വഴിയൊന്നും അല്ല. ഇവൻ കറണ്ടും മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ഡാമ്പിങ് ആണ്. അതുകൊണ്ട് ഇതിന് എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. ഓക്കെ, പറഞ്ഞോ. ഇതിന്റെ പ്രശ്നം തിരുക്കണം കേട്ടോ. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ പോകും കേട്ടോ. ഡാമ്പിങ് എന്ന് പറഞ്ഞാൽ ഇതാ, ഡാമ്പിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതിന് ആട്ടം നിന്ന് പോവുക. ആട്ടത്തിന്റെ കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞ് നിന്ന് പോകണമെങ്കിൽ ഡാമ്പിങ് എന്ന് പറഞ്ഞു. ഊഞ്ഞാൽ ആടി ആടി നമ്മൾ ഡാമ്പ് ചെയ്താണ് നിന്ന് പോകണം. ഇവിടെ ഊഞ്ഞാല് പോലെയല്ല, മാഗ്നറ്റിസവും കറണ്ടും തമ്മിൽ ബന്ധമായതുകൊണ്ട് ആ ഡാമ്പിങ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ് എന്ന് വിളിക്കും. പെട്ടെന്ന് നിന്ന് പോകും. ഈ ആടുന്ന സാധനം പെട്ടെന്ന് നിന്ന് പോകും, പിടുത്തോ. ഓക്കെ, ക്ലിയർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ്. അപ്പോ എഡി കറണ്ട് വഴി ഉണ്ടാവുന്ന എഡി കറണ്ട് ഉണ്ടാവുന്നത് വഴി ഉണ്ടാവുന്ന ഒരു ഇഫക്റ്റ് ആണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. പെട്ടെന്ന് നിന്നു. ഓക്കെ, ഇനി ഞാനൊരു കേസ് പറയാം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട അടുത്തടുത്ത പോയിന്റ് ആട്ടോ. ഇവരെന്തെങ്കിലും പ്രശ്നം പറഞ്ഞേ കേട്ടില്ല എന്നോ മനസ്സിലായില്ല എന്നോ അല്ല, മനസ്സിൽ തോന്നിയ സംശയങ്ങളാ. പറഞ്ഞോ പറഞ്ഞോ. ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഉണ്ടാവും. ആ മെറ്റൽ ബ്ലോക്കിന്റെ ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിപ്പൽഷൻ. വന്ന് കയറുമ്പോ മെറ്റൽ ബ്ലോക്ക് ഉണ്ടാക്കിയാക്കണ മാഗ്നറ്റിക് ഫീൽഡും വളരെ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് റിപ്പൽ ചെയ്തുകൊണ്ടാണ് വന്ന് കയറുമ്പോൾ പിടുത്തുണ്ടാവും. അല്ലെ മൂവ്മെന്റ് അങ്ങനെ ഒറ്റയടിക്കല്ല. മനസ്സിലാക്കണം. അപ്പൊ ഈ മൂവ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുമ്പോ ഇറങ്ങുമ്പോൾ ഇത് സംഭവിക്കും. ഇറങ്ങുമ്പോഴും ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് മാറും. അപ്പൊ വീണ്ടും കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് വഴി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ മെറ്റൽ ബ്ലോക്കിലെ മാഗ്നറ്റിക് ഫീൽഡും ഈ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലൊരു അപ്പൊ അട്രാക്ഷൻ ഉണ്ടാവണം. കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം റിപ്പൽഷൻ ആയി പിന്നെ അട്രാക്ഷൻ ആവും. അപ്പോഴും പിടിക്കും. അപ്പോഴും അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഭയങ്കര സ്പീഡിൽ വന്ന ആള് പെട്ടെന്ന് ആടി നിൽക്കും. ഓക്കെ, ക്ലിയർ? സംശയം പറഞ്ഞോ. അത് ഞാൻ ചോദിക്കട്ടെ കേട്ടോ. നമുക്ക് ഇയാളെ, ഈ വന്നയാളെ ഒരാൾ തള്ളുകയെന്ന് കൂട്ടിക്കും. ഇവൻ തന്നെ ഒന്ന് നിൽക്കൂന്ന് പറഞ്ഞില്ലേ, തള്ളുകയാണ്. എന്ത് സംഭവിക്കും? അപ്പൊ ഉണ്ടാണ് എഡി കറന്റും ഈ ഡാമ്പിങ് എങ്ങോട്ട് പോകും? ആരെങ്കിലും പറയാം? എന്നാ മുതൽ സാർ പറയാമോ? അഭിപ്രായങ്ങൾ പറയാൻ ഒരു തെറ്റോ പൊട്ടത്തെറ്റോ എന്തും പറയാം. കാരണം ആദ്യമായിട്ട് പിടിക്കണല്ലേ. പറഞ്ഞ മുതൽ സാർ. തള്ളുന്ന അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് എഡി കറണ്ട് അല്ലേ? നമ്മൾ പുറത്തുനിന്ന് തള്ളുകയാണ്. അപ്പൊ അവൻ ശരിക്കും നിന്ന് പോകുന്നു. നിൽക്കാതെ നമ്മൾ അങ്ങോട്ട് തള്ളണം, ഇവിടെ വലിക്കണം, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൈ പിടിച്ചിട്ട് ഈ ബ്ലോക്കിന് നമ്മൾ അങ്ങോട്ട് തള്ളണം. അപ്പൊ ഇവൻ തടഞ്ഞു നിൽക്കാൻ നോക്കുന്നതന്നെ ശരിക്കും പറഞ്ഞു. നമ്മളതിനെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് തള്ളുകയാണ്. ഇത് വലിക്കുക, തള്ളുക, ഇത് വലിക്കുക. നമ്മൾ ഊഞ്ഞാലാട്ടാൻ പോലെ നമ്മളിങ്ങനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ഓൾ ദീസ് ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ്, എഡി കറന്റ്, all these effect? What will happen?
ആണ് മൈ ക്വസ്റ്റ്യൻ. അഭിപ്രായം, ജസ്റ്റ് അഭിപ്രായം. നെസിയെ എന്ത് സംഭവിക്കുമായിരിക്കും? ഒന്നും സംഭവിക്കില്ലല്ലോ. ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഒന്നും സംഭവിക്കില്ല, ആ ഡാമ്പിങ് സംഭവിക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നെസിയെ, ഈ ഉണ്ടാവുന്ന ഒപ്പോസിഷനും ആ ഫോഴ്സൊക്കെ എങ്ങോട്ട് പോകും? ഈ ആ നമ്മള് തള്ളൂല്ലേ? അതെ, നമ്മൾ അല്ല, അക്കോർഡിംഗ് ടു ഫിസിക്സ് അതിനെ സംഭവിച്ചില്ല. നെസി പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, നമ്മൾ തള്ളിക്കൊണ്ടിരിക്കില്ല, അപ്പൊ നിൽക്കാൻ പറ്റില്ല. അപ്പൊ തള്ളുന്ന ഒരു ഒപ്പോസിങ് എനർജിക്ക് ഉണ്ടാകുന്നില്ലേ? ഈ ശരിക്കും ഉണ്ടാവൂലോ, കറണ്ട് കറണ്ട് ഉണ്ടാവും, തള്ളു ഓപ്പോസിറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ആ ഓപ്പോസിറ്റ് എനർജിക്ക് എന്ത് ചെയ്യും? അങ്ങനെ ചുമ്മാ അങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എക്സാമ്പിൾ പറയാം. പണ്ട് +1 പഠിക്കുന്ന എക്സാമ്പിൾ കേട്ടെ, ഞാൻ ചോദിച്ചത്, കൈ ഇങ്ങനെ ശരിക്കും ഒരുമിക്കുക, എല്ലാവരും ശരിക്കും ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടാണ് ഒരുമിക്കുക. ശരിക്കും ഒരുമില്ല ടൈറ്റ് ആയിട്ട് ഒരുമിട്ട. അഭിരാമി, വാട്ട് ഹാപ്പൻഡ്? ഷജാഫെ, നീ ആ ഇതൊന്നും അറിയണ വരെ ഇല്ല. ഞാൻ പറയുന്നത് നീ അറിയണ വരെ ഇല്ല. ഇപ്പഴാ നീ ചെയ്യണേ. ഓ, ശരി. ഞാൻ നിന്റെ പുറകെ പോലെ എന്റെ സമയം പോരാത്തേ എന്ന് പറയാം. അഭിരാമി, എന്താ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തേ? എന്താ ഹീറ്റ് ഉണ്ടായ? അത് കുറച്ച് എണ്ണ വെച്ചിട്ടാണെങ്കിലോ ഹീറ്റ് ഉണ്ടോ? എണ്ണ വെച്ചിട്ടുണ്ടാവും. ഒരു പൗഡർ കിട്ടുന്നെങ്കിൽ ഇത്തിരി മുഖം തിരിഞ്ഞാൽ ഇതുപോലെ ഹീറ്റ് ഉണ്ടാവും. ശരി, ഹീറ്റ് ഉണ്ടാവും. ഇത്ര ഹീറ്റ് ഉണ്ടാവും. ഈ ഉണ്ടാവണ തന്നെ ഹീറ്റ് ഉണ്ടാവും. എന്താ അങ്ങനെയാണ് ജനിച്ച പോലെ, അങ്ങനെയാണ് അല്ലേ? ജനിച്ച പോലെ അങ്ങനെയാണോ? കൈതിരിമ അതുണ്ടാവില്ല. എങ്ങനെ ചോദിച്ചാൽ തെന്നിപ്പോലെ. ഇതാണ് എന്താ അങ്ങനെ ചോദിച്ചപ്പോ എന്നാ പറഞ്ഞത്? വാട്ട് ഈസ് യുവർ ആൻസർ? ബീമാ, വാട്ട് ഈസ് യുവർ ആൻസർ? ബീമാ, വേറെ ഉണ്ടോ? എന്താ കാരണം? എന്താ ഉണ്ടാവണേ? പിന്നെന്താ ഉണ്ടാവണേ? ഹീറ്റ് ആവണം. എന്താ അക്കോർഡിംഗ് ടു ഫിസിക്സ് വാട്ട് ഹാപ്പൻസ്? ഫ്രിക്ഷൻ ആവുമ്പോ, ശരി, ഫ്രിക്ഷനൊക്കെ എനിക്ക് മനസ്സിലായി. ഫ്രിക്ഷൻ ആണ്, പിടുത്തമുണ്ട്. പിന്നെ ബാക്കി പറയാം, ബാക്കിയിലേക്ക് വരട്ടെ. അത് +1 ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അതൊക്കെ ഉണ്ട്. ശരി, ഞാനൊന്ന് പറയാം കേട്ടോ. അതായത് ശ്രദ്ധിച്ചോ, നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട്. ഇവൻ സാധാരണ ഇവിടെ പിടുത്തൊന്നുമില്ല. എണ്ണയൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജിക്ക് അനുസരിച്ച് മൂവ് ചെയ്യും. പക്ഷെ ഫ്രിക്ഷനിലെ ഫോഴ്സ് ഇവിടെ പിടിച്ചു നിർത്തും. നമ്മളാണെങ്കിൽ അതിന് ഒപ്പോസ് ചെയ്ത് കൊടുക്കും ചെയ്യും. ഒരാൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. നമ്മൾ ഒപ്പോസ് ചെയ്തില്ലെങ്കിൽ നിൽക്കുള്ളൂ. നമ്മൾ വലിയ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്ത് കൈ ഇങ്ങനെ നിൽക്കും. ഉരുമിയ പിടുത്തുള്ള വലിയ കാര്യമായിട്ട് മൂവിയില്ല. നമ്മൾ ഇങ്ങനെ ബലം കൂട്ടുകയല്ലേ. അപ്പൊ ഇവന്റെ പിടുത്തത്തെ നമ്മൾ ക്രോസ് ചെയ്യാണ്, നമ്മൾ എനർജി കൊണ്ട് ക്രോസ് ചെയ്യാണ്. അപ്പൊ അവന്റെ പിടുത്തം ഉണ്ടായിരുന്ന എനർജി എങ്ങോട്ട് പോകും? അക്കോർഡിംഗ് ടു ലോ ഓഫ് ഫിസിക്സ്, അക്കോർഡിംഗ് ടു ലോ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് എനർജി, you can't destroy the energy produced by the frictional force. Frictional force ഉണ്ടാക്കുന്ന എനർജി നശിപ്പിക്കാൻ പറ്റില്ല. It can be converted into another form called heat energy. അങ്ങനെയാണ് ഫിസിക്സ്. കൈ തിരുമ്പോ എന്തുകൊണ്ട് കൈ ചൂടായി എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ എനർജിയെ, നമ്മൾ കൊടുത്ത എനർജി, നമ്മളതിന് തള്ളാൻ കൊടുക്കുന്ന എനർജി, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ പിടുത്തമുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് എനർജി കൊടുക്കും. ആ എനർജി എനിക്ക് അത്ര ആവശ്യമില്ല, പിടുത്തമുള്ളതുകൊണ്ടാണ് ഇത്ര എനർജി കൊടുക്കണേ. അപ്പൊ എങ്ങോട്ട് പോവാ എനർജി? കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ചൂടാവണം, അല്ലാതെ ചൂടാവണം. അത് തന്നെ ഇവിടെ നിങ്ങൾ ഇവരെ പിടിച്ച് തള്ളിയാൽ, സോ വാട്ട് വിൽ ഹാപ്പൻ? ടെൽ മീ, വാട്ട് വിൽ ഹാപ്പൻ യൂസറി? അങ്ങനെയാണെങ്കിൽ ഈ മെറ്റൽ ബ്ലോക്കിനെ പിടിച്ച് നിങ്ങൾ ഇങ്ങനെ തള്ളി ഇത് കൂടെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് എനർജി? ഹീറ്റ് എനർജി ഉണ്ടാവും. അങ്ങനെ മെറ്റൽ ബ്ലോക്ക് ചൂടാവും.
ക്ലോസ് ചെയ്യുമ്പോൾ മെറ്റൽ ബ്ലോക്ക് എന്ത് ചെയ്യും? ചൂടാവും. അത് ഹീറ്റ് എനർജി പറഞ്ഞു. എങ്ങനെ പറയാം, നമ്മള് തള്ളുമ്പോ ഞാൻ പറയാം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നില്ല. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നറിയാം കേട്ടോ, ഇത് തന്നെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ അനക. ശരിക്കും ഇത് തന്നെ പോയി ഇങ്ങനെ ആടി അങ്ങ് നിൽക്കും. അതാണ് സംഭവിക്കുന്നത്. 2 ആകാശം നിൽക്കും. നമ്മളിതിനെ പിടിച്ച് ഇങ്ങനെ ആട്ടുകയാണ്. അപ്പൊ കൈ ഇങ്ങനെ യഥാർത്ഥത്തിൽ എണ്ണ വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഇത്രയും കാര്യമായിട്ടുണ്ടാവും. നമ്മുടെ ഈ പിടുത്തമുള്ളതുകൊണ്ട് നമ്മൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി നല്ല എനർജി കൊടുക്കും. ആ എനർജി അത്രയും ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. അപ്പൊ കൊടുക്കുന്ന എനർജി കൊടുക്കുമ്പോൾ ഹീറ്റ് എനർജി ആവും. അതേപോലെ ഇവൻ യഥാർത്ഥത്തിൽ ആടിപ്പോയി നിന്നേനെ, നമ്മളെന്ത് ചെയ്യും? നമ്മൾ ബലം കൊടുത്ത് ഇവനിങ്ങനെ ആട്ടുകയാണ്. നമ്മൾ കൊടുക്കുന്ന എനർജി, ആ എനർജി ശരിക്കും എന്താവും? നഷ്ടപ്പെടും. കാരണം അവൻ മറ്റവൻ ഒപ്പോസ് ചെയ്യണോണ്ടായി നഷ്ടപ്പെടലുണ്ടാവണം. നഷ്ടപ്പെടുന്നത് ഏത് കോലത്തിലേക്കാണ്? അത് ഹീറ്റ് എനർജി ആയിട്ടാണ് നഷ്ടപ്പെടുന്നത്. അത് എവിടെ കാണും? നമ്മുടെ കയ്യിൽ കാണും പോലെ ആടന സാധനത്തിലുണ്ടാവണേ. മൂവിയുടെ സാധനം അതിലുണ്ടാവണം, നമ്മുടെ കയ്യിലല്ലേ ഉണ്ടായേ. ഉണ്ടാവുന്ന എനർജി അതിനകത്തുണ്ടാവും. ഈ മെറ്റൽ ബ്ലോക്ക് ഹീറ്റ് എനർജി ആയിട്ട് മാറും. മെറ്റൽ ബ്ലോക്ക് എന്ത് ചെയ്യും? ചൂടാവും. അനക ഉദ്ദേശിച്ചതാണ് ആൻസർ. പിന്നെ വേറെ ആൻസർ പറയും. അനക ചോദിക്കുമ്പോൾ ഞാൻ ആൻസർ പറയും, വേറെ ആയിരിക്കും ആൻസർ പറയണം. പിന്നെ ഈ പുള്ളി പിന്നെ എങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കില്ല. അതൊക്കെ ഉണ്ടാവും, ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പോ അതാണ് സംഭവം. ക്ലിയർ? അപ്പൊ കൃത്യമായി നോട്ട് എഴുതിക്കും. അപ്പൊ എഴുതി കൂടെ പോട്ടെ, അതിന് എഴുതാൻ മടിയാതെ നിന്നാൽ കാര്യം നടക്കൂല. അത് ഇതെല്ലാം കൂടെ ഒരു വലിയ 2 പേജാണ്. അത് ഫുള്ള് സാധനമാണ്. അത് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഒരുപാട് ചെയ്യുന്നു. മാത്രമല്ല അത് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സാധനം കാണപ്പെടും. അപ്പൊ എന്തായി? അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എഡി കറന്റ് വഴി, അപ്പൊ പിള്ളേര് മനസ്സിലാക്കേണ്ടത്, എഡി കറന്റ് വഴി നമുക്ക് നഷ്ടമുണ്ട്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡിസഡ്വാൻറ്റേജ് ഹീറ്റ് എനർജി ആയിട്ട് എനർജി ലോസ് ആവും. അപ്പൊ നമ്മളിതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മാഗ്നിഫ്ലക്സ് അവിടെ ഉണ്ടെങ്കിൽ ഇതിമ്പോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എനർജി. അല്ലെങ്കിൽ നിന്ന് പോവാതിരിക്കണമെങ്കിൽ എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. അപ്പൊ മാഗ്നിഫീൽഡിൽ തന്നെ ആടിക്കൊള്ളൂലേ. അപ്പൊ നമ്മൾ മാഗ്നിഫീൽഡ് കൊടുക്കണം. മാഗ്നിഫീൽഡ് കൊടുത്താൽ മാഗ്നിഫീൽഡ് ഉള്ള സ്ഥലത്തായി ആടണമെങ്കിൽ ആടാൻ പറ്റില്ല. അവന് ആടണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം. ആ എനർജി നഷ്ടമാണ്. എന്തിന്റെ ഫോമില്? ഹീറ്റിന്റെ ഫോമില്. അങ്ങനെയാണല്ലോ പറയുന്ന സെന്റൻസ്. കാണാതെ പിടിക്കുമല്ലോ. നമ്മൾ കൊടുക്കുന്ന എനർജി നഷ്ടമാണ്, ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നല്ല സ്പീഡിൽ ആടിയാല് ഇതിപ്പോ ഹീറ്റ് എനർജി ആയിട്ട് കുറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്? ഇനി ചോദിച്ചോളൂ. ഞാൻ അതിന്റെ പോയിന്റിലേക്ക് വരാൻ പോവാം. അപ്പൊ വലിയ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ സ്റ്റാർ ഇട്ടിട്ട് ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ സബ്മിറ്റിംഗ് കൊടുക്കും. അങ്ങനെയാണല്ലോ. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ, വാട്ട് ആർ ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അങ്ങനെ പോകണ്ട, അങ്ങനെ കൊടുക്കണ്ട, അവരുടെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തന്നെ പോയിന്റ് എഴുതും. ഡിസഡ്വാൻറ്റേജ് എന്താണ് ഇതാണ് എന്ന് തന്നെ എഴുതിക്കോ, എന്ന് തന്നെ എഴുതണം. ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ ഫോമില് നഷ്ടപ്പെടുക, അതാണ് എന്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി ഒരു കേസോടെ, ഒറ്റ കേസോടെ ചോദിക്കരുത്. എഴുതിയിട്ടില്ലെങ്കിൽ പറഞ്ഞോ സാറേ എഴുതി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. ശരി, നമ്മുടെ കയ്യിൽ ഒരു ബൾക്ക് പീസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബൾക്ക് പീസ് എന്ന് കൂട്ടിക്കും. സപ്പോസ് ബൾക്ക് പീസ് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ എഫക്റ്റ് കൂടാൻ വേണ്ടി. ഇത് ആട്ടുമല്ലാവും ചെയ്തേ. നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു പറഞ്ഞില്ലേ, നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു പറഞ്ഞില്ലേ. ഈ ബൾക്ക് പീസ് ഇവിടെ വെച്ചിട്ടേ നോർത്ത് സൗത്ത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ നോർത്ത് സൗത്തിന്റെ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പവറെ കൂട്ടും കുറയ്ക്കുകയും ചെയ്താലോ? എല്ലാവരും ആൻസർ പറയണം കേട്ടോ. ഒരു ബൾക്ക് പീസ് വെച്ചു സ്ഥലത്ത് അനക്കാതെ വെച്ചാൽ കാട്ടണമൊന്നുമില്ല. അപ്പുറം ഇപ്പുറം നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്തെങ്കിലും രീതിക്ക് നോർത്ത് സൗത്ത് കൊടുക്കണ്ട, സോളിനോട് കൊടുത്തോ, ഒരു സോളിനോട് കൊടുത്തോ.
എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പിള്ളേര്. അത് ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ അല്ല, ഐഡിയ. ഒരു സോളിനോട് ഇങ്ങനെ ചുറ്റി എന്റെ മേളിൽ ഇവിടെ കറണ്ട് കൊടുത്തു തന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡാ, സോളിനോട് ചുറ്റിയാലും മാഗ്നറ്റിക് ഫീൽഡാന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടുണ്ടല്ലോ പിള്ളേരെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടും കുറയ്ക്കും ചെയ്തുകൊണ്ടിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അതായത് കറണ്ട്, ഇവിടുത്തെ കറണ്ടിന്റെ വാല്യൂ ഇവിടുത്തെ കറണ്ട് കൂട്ടി കുറച്ചു, കൂട്ടി കുറച്ചു. അപ്പൊ എന്റെ ചോദ്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു വന്നത് അഫ്സർ കമാല്, ഒരു സോളിനോഡിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് കൂട്ടുമ്പോൾ എന്ത് കൂടും? സോളിനോഡ് ഉണ്ടാക്കുന്ന എന്ത് കൂടും? മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ബ്രില്യന്റ് ആൻസർ. കണക്ഷൻ ആണോ? ബ്രില്യന്റ് ആയിട്ട് ഇറ്റ് ഈസ് ഇൻ ദ ട്രക്ക്. മാഗ്നറ്റിക് ഫീൽഡ് കൂടും. കുറച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. കൂട്ടും കുറച്ചും ചെയ്തുകൊണ്ടിരുന്നാൽ ആർക്കെങ്കിലും പറയാവോ ഈ ബൾക്ക് പീസിന് എന്തെങ്കിലും സംഭവിക്കും? ഫൈസേ ചായ കുടിക്കണം. രണ്ടത് പറഞ്ഞ ആൻസർ നീ മുഹമ്മദ് ഫൈസ എന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല. എഡി കറൻസിന്റെ വല്ല എഫക്ട് ഉണ്ടാവോ? എഡി കറൻസിന്റെ വല്ല എഫക്ട് ഉണ്ടാവും? ഇല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ ജെസിയ, എഡി കറൻസിന്റെ വല്ല എഫക്ട് ഉണ്ടോ? എഡി കറന്റ് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് പെട്ടെന്ന് നിന്നൂലേ, അപ്പൊ എഡി കറന്റ് ഉണ്ടാവൂലേ? മാഗ്നറ്റിക് ഫീൽഡ് കൂടും കുറയും ചെയ്യുമല്ലേ? അപ്പൊ അത് ഒന്നും ഇല്ലാതെ നിക്കൂല അവിടെ, അപ്പൊ എഡി കറന്റ് ഉണ്ടാവൂലേ? അല്ല എഡി കറന്റ് ഉണ്ടാവാൻ കാരണം പെട്ടെന്ന് സ്റ്റോപ്പ് ആവൂല്ലേ? എന്ത് സ്റ്റോപ്പ് ആവാന്ന്? അതിന്റെ ഉള്ളില് അല്ല ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് എഡി കറന്റ് ഉണ്ടാവണേ ജെസിയ? എപ്പോഴാണ് എഡി കറന്റ് ഉണ്ടാവണേ? ഞാൻ പറയിക്കണേട്ടോ, ആൻസർ പറയിക്കണേട്ടോ, എല്ലാവരോടും കൂടി ആൻസർ പറയിക്കണേ. അപ്പൊ അതിനകത്ത് കിട്ടുന്ന ആൻസർ എഴുതിക്കൊണ്ട് എപ്പോഴാ ജെസിയ എഡി കറന്റ് ഉണ്ടാവണേ? മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുമ്പം അവിടെ അതെ, ഒരു മെറ്റൽ ബ്ലോക്കില്, ഒരു ലാർജ് മെറ്റൽ ബ്ലോക്കില് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോ അപ്പൊ എഡി കറന്റ് ഉണ്ടാവും. അല്ലെ ജെസിയ? ഇവിടെ മെറ്റൽ ബ്ലോക്കിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണ്ടോ? ഇല്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ ഫ്ലക്സും ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൽ ബി ആണ്, ബി ചേഞ്ച് ചെയ്താൽ ഫൈയിലെ ബി ഉണ്ട്, അതും ചേഞ്ച് ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ചേഞ്ച് ചെയ്തേ? ആദ്യം ചേഞ്ച് ചെയ്തത്? ആദ്യത്തെ കേസിൽ എങ്ങനെയാ ചേഞ്ച് ചെയ്തേ? പെട്ടെന്ന് കുറഞ്ഞു. പെട്ടെന്നല്ല ഞാൻ പെട്ടെന്നല്ല. ആദ്യത്തെ കേസിൽ എങ്ങനെയാ ചേഞ്ച് ചെയ്ത് ഞാൻ കാണിച്ചത്? മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയാ ബൾക്ക് പീസിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? പറഞ്ഞ കൈലാസ് സാർ, നമ്മൾ എന്താ ചെയ്തേ? ജെസിക്ക് ട്രാക്കും കിട്ടില്ല. നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തപ്പോൾ എഡി കറന്റ് ഒക്കെ ഉണ്ടായത്? അവൻ ആട്ടിയപ്പോ ആട്ടുക ചെയ്ത് നമ്മൾ എന്താ ചെയ്തത്? ബൾക്ക് പീസിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് കെട്ടി ഇറക്കി. ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ദാറ്റ് ഈസ് മൈ, അതാണ് നമ്മൾ സ്റ്റൈല്. ഞാൻ സാറുമാരോട്, കെമിസ്ട്രി സാറിനോടും മാത്സിനോടൊക്കെ പറഞ്ഞു ഇമാർക്ക് വല്ലതും മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി. ഒരു കുന്തോ മനസ്സിലാവാതെയാണ് എല്ലാവരും അങ്ങനെ തന്നെ പഠിക്കുന്നത്. വൺ സൈഡ് ടീച്ചർ പറയും, കേൾക്കും. തിരിച്ചു പറയാൻ അറിയാത്തത് കാലം നിങ്ങൾക്ക് ഒരു കുന്തോ മനസ്സിലായിട്ടില്ല എന്നാണ് എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ്. അത് തന്നെ ഞാൻ സുനിൽ സാറിനോട് പറഞ്ഞു കൊടുക്കുന്നതും ത്രിവേൽ സാറിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് നടക്കണേ. തിരിച്ചു പറയാൻ പറ്റണ്ടേ? ഒരു ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ? ശരി, നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ പറയാൻ നമുക്ക് എന്തെങ്കിലും പറ്റണം ഒരു ക്ലാസ്സിൽ നിന്ന്. അപ്പോഴേ എന്തെങ്കിലും മനസ്സിലായിട്ടുള്ളൂ. എൽവിൻ റോയ്, അപ്പൊ ആദ്യത്തെ കേസിൽ ഞാൻ എഡി കറന്റ് ഉണ്ടായത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതിനെ മാഗ്നറ്റിക് ഉന്തി ഇറക്കിയപ്പോഴാണ്. ഇപ്പോഴെങ്ങനെയാ? കോയിലിലൂടെ കറണ്ട് മാറ്റി കൊടുക്കുമ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യോ? ചേഞ്ച് ചെയ്യും. അപ്പൊ ബൾക്ക് പീസ് പണങ്ങുണ്ടോ? ഇല്ല. അപ്പൊ ബൾക്ക് പീസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ ബൾക്ക് പീസിൽ എഡി കറന്റ് ഉണ്ടാവോ? ഇപ്പോഴത്തെ കേസിൽ ഉണ്ടാവും.
എഡ്ഡി കറന്റ് എപ്പോഴും ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ എഡ്ഡി കറന്റ് ഉണ്ടാവും. അപ്പൊ ഇപ്പോഴും എഡ്ഡി കറന്റ് ഉണ്ടാവും. അല്ല ആടണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താലും മതി, അപ്പോഴും എഡ്ഡി കറന്റ് ഉണ്ടാവും. ഈ എഡ്ഡി കറന്റ് ഉണ്ടാവുന്ന വഴി നെസ്സിയെ ഈ എഡ്ഡി കറന്റ് ഉണ്ടാവുന്നത് വഴി ഈ എഡ്ഡി കറന്റ് ഇവന്റെ മേത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും ഇവൻ എന്തിനു വേണ്ടി ശ്രമിക്കുന്ന എഡ്ഡി കറന്റ്? ലെൻസസ് ലോ അനുസരിച്ച് കറക്റ്റ്, അബ്സല്യൂട്ട്ലി. ലെൻസസ് ലോ അനുസരിച്ച് എന്തിനു വേണ്ടി ശ്രമിക്കും? ചേഞ്ച് ചെയ്യാതിരിക്കാൻ, ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും, തടയാൻ വേണ്ടി ശ്രമിക്കും. ശരിക്കും നമ്മൾ കറണ്ടിന് ഇവൻ തടയാൻ പറ്റുമോ? നമ്മൾ പുറത്ത് മാറ്റിക്കൊണ്ടിരിക്കില്ല, തടയാൻ പറ്റുമോ? ഇല്ല, തടയാൻ പറ്റില്ല. നമ്മൾ ചേഞ്ച് ചെയ്യണം കറണ്ടിന്. ഇവന് എത്ര നോക്കിയാലും ഇവന് ഉണ്ടാക്കാന്ന് വെച്ചാൽ മാൻഡിബിള് തടയാൻ പറ്റില്ല. നമ്മൾ പുറത്തുനിന്ന് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കൂല, നമ്മൾ തള്ളിയ പോലെ. അപ്പോൾ എന്റെ ചോദ്യം, ഈ ബൾക്ക് പീസിന് എന്ത് സംഭവിക്കും? വായിച്ച പറഞ്ഞേ, സൗണ്ട് ഓണാക്കി. ചൂടാവും, ഹീറ്റാവും. ആബ്സല്യൂട്ട്ലി ഹീറ്റാവും. അതിന് എനർജി ലോസ് സംഭവിക്കും. അങ്ങനെ എനർജി ലോസ് സംഭവിക്കും. അപ്പോ ചുരുക്കത്തിൽ എന്തായാലും ചുരുക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബൾക്ക് പീസ് ഇരുന്ന് അതിന് ചുറ്റും മാഗ്നറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണം? കൃത്യമായി എഴുതണം. അത് ഞാൻ ഇത്രയും സമയങ്ങളിൽ ഇതിന് ഗുണം ഉണ്ടാവണം. ഒരു ബൾക്ക് പീസ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യാം. ഒന്നിനും ഇവൻ അനങ്ങിയിട്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ തന്നെ എഴുതണം പിള്ളേർ. അങ്ങനെ തന്നെ ഇംഗ്ലീഷോ മലയാളം എന്ത് ചേർത്ത് എഴുതിയാലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് മലയാളത്തിൽ ചേർത്ത് എഴുതിപ്പോ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. അതിന്റെ ഐഡിയക്കാണ് പ്രാധാന്യം. പറ. ഈ മെറ്റൽ പീസ് പെട്ടെന്ന് ചൂടാവോ? അത് ഞാൻ പറഞ്ഞു. അത് നമ്മൾ കൊടുക്കുന്ന ഫ്ലക്സിന്റെ ചേഞ്ച് അനുസരിച്ചിരിക്കും അസ്ലം. ഞാൻ പറഞ്ഞ ഞാൻ പോയിന്റിലേക്ക് വരണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫർണസ് ഉണ്ട്, ഐ വിൽ ടെൽ യു. അപ്പോ എവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെ ബൾക്ക് പീസ് വലിയ കഷ്ണം, അത്യാവശ്യം വലിയ കഷ്ണം, ഒരുപാട് വലിയ കഷ്ണം ഉണ്ടല്ല, അത്യാവശ്യം വലിയ ഇരുമ്പിന്റെ കഷ്ണമോ അലൂമിനിയത്തിന്റെ കഷ്ണമോ കോപ്പറിന്റെ കഷ്ണമോ എന്തായിക്കോട്ടെ, അത് വേറൊരു ദിവസം ഞാൻ പറയാൻ വിട്ടുപോയിട്ടു. ആ ഫാക്കൽറ്റി ചെയ്തതിനകത്തുണ്ടല്ലോ കോപ്പർ ആട്ടോ ഉപയോഗിക്കണേ, കോപ്പർ കഷ്ണം. അത് ഇരുമ്പിന്റെ കഷ്ണം ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം അറിയാമോ? നിങ്ങളൊരു മാൻഡിബിളിന്റെ ഒട്ടിപ്പിടിക്കൂലേ? കോപ്പർ ഒട്ടിപ്പിടിക്കൂലാത്ത ആളാ. മറ്റവർക്ക് നിങ്ങൾ മാൻഡിബിൾ വഴി നിങ്ങൾ ചോദിക്കേണ്ട സംശയമായിരുന്നു അത്. ശരിക്കും അപ്പൊ ഞാൻ തിരിച്ചു തന്നെ മറന്നുപോയിരുന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങളില്ലാത്ത മാത്സ് പഠിപ്പിക്കലുണ്ടാവും. നിങ്ങൾ ചോദിക്കേണ്ടത് ചിലപ്പോൾ സാറ് പറയാൻ മറന്നു. നിങ്ങൾ ചോദിച്ചാലേ അതൊക്കെ പറയുള്ളൂ. ചില പോയിന്റുകളെ അത് എല്ലാത്തിലും ഉണ്ടാവും. കെമിസ്ട്രിക്ക് ഒരുപാടുണ്ടാവും, ഫിസിക്സിൽ ഒരുപാടുണ്ടാവും, മാത്സിൽ ചിലപ്പോൾ അത്ര ഉണ്ടാവും. ഇനിയും ചോദിക്കാം. അപ്പൊ എന്താണ് കോപ്പറിന്റെ കഷ്ണം ശരിക്കും ആട്ടണം. കാരണം ഇരുമ്പിന്റെ കഷ്ണം ആട്ടെ നിന്ന് ഉറപ്പല്ലേ, മാൻഡിബിളിന്റെ ഫീൽഡ് വരുമ്പോൾ പിടിച്ച് നിന്ന് പോകും. കോപ്പറിന്റെ കഷ്ണം ശരിക്കും പറഞ്ഞാൽ മാൻഡിബിളിൽ അട്രാക്ട് ചെയ്യില്ല, എന്നാലും അവന് നിന്ന് പോകും. അതാണ് എഡ്ഡി കറന്റ് വഴി മനസ്സിലാവും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താ അറിയോ, ഈ ഏത് കോപ്പർ ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, അലൂമിനിയം ആയിക്കോട്ടെ, അവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ്, അവന്റെ ചുറ്റുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്താൽ അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് അതിന് കറണ്ട് ഉണ്ടാവും. ഈ കറണ്ട് ഒരു പ്രത്യേക കറണ്ടാണ്, അത് എഡ്ഡി കറണ്ട് ആണ്. എഡ്ഡി കറണ്ട് ഇവന് അവിടെ എന്താവും, തടയാൻ ശ്രമിക്കും. തടയാൻ പറ്റില്ലെങ്കിൽ അവൻ ഹീറ്റായി അത് നഷ്ടപ്പെട്ടു. അവൻ തടയാൻ ശ്രമിച്ചാൽ അപ്പത്തിന് ഹീറ്റ് എനർജിയായി നഷ്ടപ്പെട്ടു. ഇതാണ് എന്റെ ചുരുക്കം. അത് ഫ്ലക്സ് ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല, അവൻ തന്നെ മൂവ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും മാഗ്നറ്റിക് ഫ്ലക്സ് അവന്റെ ചുറ്റുമുള്ള ചേഞ്ച് ചെയ്യണം. അതിപ്പോ ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാലും കുഴപ്പമില്ല, അവൻ അടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതൊരു നഷ്ടമാണ് നമുക്ക്. അപ്പൊ ഇങ്ങനത്തെ സ്ഥലം വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ഫോമർ വരും. ട്രാൻസ്ഫോമറിൽ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ പഠിപ്പിക്കും കുറച്ച് കഴിഞ്ഞു. ട്രാൻസ്ഫോമറിൽ ഇങ്ങനെ ബൾക്ക് പീസ്, ഒരു ഇരുമ്പിന്റെ പീസാണ്. ട്രാൻസ്ഫോമറിൽ ഇരുമ്പാണ് ഉപയോഗിക്കുന്നത്. ആ ഇരുമ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ട്രാൻസ്ഫോമർ അങ്ങനെ മനസ്സിലായില്ല ഐറ്റം ഒരു രണ്ടുകൂടെ. അപ്പോ ട്രാൻസ്ഫോമർ ഇരുമ്പാണ്, അയൺ. ഇവിടെയാണ് കുറച്ച് പഠിപ്പിക്കും ഞാൻ. ഇവിടെ ചുറ്റും ഇവിടെ എ സിയെ കൊടുക്കണം. എ സി ഇവിടെ എ സി എന്ന് പറഞ്ഞാൽ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ ചുറ്റുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും.
ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫോമർ ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ അയറിൽ എന്തുണ്ടാവും? എഡ്ഡി കറന്റ്. അപ്പൊ എന്ത് സംഭവിക്കും? ഹീറ്റ് ലോസ് സംഭവിക്കും, ഭയങ്കര നഷ്ടം സംഭവിക്കും. ഇങ്ങനെ ഡിസഡ്വാൻറ്റേജ്, ഒരു ഇമ്പോർട്ടന്റ് ഡിസഡ്വാൻറ്റേജ്. അജാഫെ ഒന്ന് കുറിച്ച് വെച്ചോ പോലെ. എന്തിനാ ഈ ഇടങ്ങപ്പം? ഒന്ന് കുറിച്ച് വെച്ചോ. എനിക്ക് ഞാൻ വരില്ലല്ലോ നോട്ടിൽ തരാൻ. എഴുതിക്കോ. ഓക്കെ, ശരി. അപ്പോ ഈ നഷ്ടം വരാതിരിക്കാൻ അതാണ് നോക്കിയപ്പോൾ ഞാൻ കാണിച്ചില്ല. ഇതുണ്ട്, ഞാൻ ട്രാൻസ്ഫോമർ സാധനം നിങ്ങൾക്ക് എവിടെ വാങ്ങിക്കാൻ ട്രാൻസ്ഫോമർ ഇടാം. നോക്കി, ട്രാൻസ്ഫോമർ. ഇതാണ് ഒരു കോയിൽ. ഇതുണ്ടോ? ഇതാണ് ഒരു കോയിൽ. ഇതാണ് വേറെ കോയിൽ. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ മെയിൻ സാധനം. ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. ഇവിടെ എ സിയാ കൊടുക്കണം. ഇവിടെ കൊണ്ട് എ സി കൊടുക്കും. വയറുണ്ടാവും, ഇവിടെ എ സി കൊടുക്കും, ഇവിടുന്ന് എ സി എടുക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ മാനുഫാക്ചർ ചേഞ്ച് കൊണ്ടിരിക്കും. അപ്പൊ ഇത് ഇരുമ്പാണ്, ഭയങ്കര കന ഇതുണ്ട്. ഇത് ഇരുമ്പാണ്, ഇരുമ്പിലാ ചുറ്റണത്. ഇരുമ്പ് ചുറ്റിയാലേ ശരിയാവുള്ളൂ. പക്ക ഇരുമ്പ് ചുറ്റണം, അപ്പോഴേ ഈ ട്രാൻസ്ഫർ നല്ലപോലെ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഈ ഇതിനകത്ത് എഡ്ഡി കറന്റ് ഉണ്ടാവും, നഷ്ടം വരും. ആ നഷ്ടത്തെ നമുക്ക് മിനിമൈസ് ചെയ്യണം. അതാണ് അടുത്ത നമ്മുടെ ടോപ്പിക്. പരീക്ഷയ്ക്ക് ചോദിക്കും ഹൗ ടു മിനിമൈസ്. അപ്പൊ ട്രാൻസ്ഫോമർ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, അത് ഇതിന്റെ അടുത്ത് ട്രാൻസ്ഫോമർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എഴുതി വെക്കരുത്. അത് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഹൗ ടു മിനിമൈസ് എഡ്ഡി കറന്റ്. എഡ്ഡി കറന്റ് എങ്ങനെ മിനിമൈസ് ചെയ്യാം? അപ്പൊ നമ്മൾ പറയണ സംഭവം എന്താണെന്നറിയാം, ശ്രദ്ധിച്ചോളൂ. ഇത് ബൾക്ക് പീസ് അല്ലേ ഇവിടെ. ഈ ബൾക്ക് പീസ് ആകുമ്പോൾ എഡ്ഡി കറന്റ് എഫക്ട് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ എന്ത് ചെയ്തറിയാം, നമുക്ക് വലിപ്പം ഇത്ര തന്നെ വേണം, എന്നാൽ ബൾക്ക് പീസ് ആവും ചെയ്യരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന് വലിപ്പം കുറയ്ക്കും. വലിപ്പം കൂടെ കുറയ്ക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ഇത്ര വലിയ പീസല്ലേ, ഇതിന്റെ ഇടക്കിടക്ക് കട്ട് ചെയ്തങ്ങൾ കളയും. അപ്പൊ വലിപ്പമൊക്കെ അത്രയുണ്ട്, അത്ര വലിപ്പത്തെ ചുറ്റാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ വോളിയം അങ്ങ് എടുത്ത് കളയും നമ്മൾ, ബൾക്ക് ആവാതിരിക്കാൻ വേണ്ടി. ഇതിന്റെ ഇടക്കിടക്ക് കട്ട് ചെയ്ത് അതാണ് ഒന്നാമത്തെ പോയിന്റ്. കട്ടിങ് സ്ലോട്ട്സ്. സ്ലോട്ടുകൾ കട്ട് ചെയ്ത് സ്ലോട്ടുകൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് കളയും. അപ്പൊ വലിപ്പം അത്ര ഉണ്ടെങ്കിലും അതിന്റെ ഉള്ളുണ്ടാവില്ല, ഉള്ളില് അത്ര കണ്ടന്റ് ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം, മനസ്സിലാവും. ഇത് നോക്കിയപ്പോൾ ഉണ്ടാവും, ഞാൻ കാണിക്കാൻ വേണ്ടി. ഇത് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ ഇരുമ്പ് കഷ്ണമായിട്ടല്ലേ തോന്നുന്നു. ഇത് ഒറ്റ ഇരുമ്പ് കഷ്ണമായിട്ടല്ലേ തോന്നുന്നു. പക്ഷെ ഇത് ഒറ്റ ഇരുമ്പ് കഷ്ണമല്ല. ഇതെന്ത് നോക്കി, ഇതുണ്ടാ നോക്കിയോണ്ടാ, ഉണ്ടാ ഒളിച്ചിട്ടാ. ഇതിന്റെ ഇടക്ക് കട്ട് ചെയ്താക്കുക. ഇതിന്റെ ഇടക്ക് ഗ്യാപ്പ് കണ്ട. ഇത് ഒറ്റ ഇരുമ്പ് കഷ്ണമല്ല. ഒറ്റ ഇരുമ്പ് കഷ്ണമാക്കി ഒരുപാട് നഷ്ടം വരും. ഗ്യാപ്പുകൾ ഇടും, ഗ്യാപ്പുകൾ ഇട്ടിട്ട് കട്ട് ചെയ്യും. ഇനി വേറെ രസം എന്താ പറയാം, നോക്കി, ഇത് പ്ലേറ്റുകൾ. അതുണ്ടാ ഇതുണ്ടാ ഉണ്ടാ. ഇത് ഒറ്റ ഇരുമ്പ് കഷ്ണമല്ല. ഇതൊരു 10-200 പ്ലേറ്റ് ഉണ്ട് സർ. ഓരോ പ്ലേറ്റ് തന്നെ പൊളിച്ചെടുക്കാം നമുക്ക്. ഉണ്ടാ, ഓരോ പ്ലേറ്റ് തന്നെ പൊളിച്ചെടുക്കാം. ശരിക്കും നോക്കിയാൽ കാണാം, അങ്ങനെ വരകളുണ്ട്. ഉണ്ടാ, ഓരോ പ്ലേറ്റുകൾ. അതൊക്കെ എന്തിനു വേണ്ടിയാ? എഡ്ഡി കറന്റ് കുറയ്ക്കാനാ. അപ്പൊ ഒന്ന് കട്ടിങ് സ്ലോട്ടുകൾ ഇടയ്ക്കിടക്ക് കട്ട് ചെയ്യുക. 2, ഞാൻ പറഞ്ഞതുപോലെ എന്താ, ഇതിനെ പല പല ലെയറുകളാക്കുക. ഡിഫറെന്റ് ലെയേഴ്സ്. കോറിന്റെ ഭാഗത്തെ മെയ്ഡ് ഇൻ ടു ഡിഫറെന്റ് ലെയേഴ്സ്. ഓരോരോ ലെയറുകളാക്കുക. ലെയറുകളാക്കിയിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ലെയറുകളാക്കിയിട്ട് ലെയറുകളെ ലാമിനേറ്റ് ചെയ്യാം. ആൻഡ് ലാമിനേറ്റ്, ഓരോന്ന് ലാമിനേറ്റ് ഈച്ച് ലെയർ. അപ്പൊ 100 ലെയർ ഉണ്ടെങ്കിൽ 100 ലെയറുകളും തമ്മിൽ എന്തുണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല. 100 ലെയർ 100 നിൽക്കും, ബൾക്കാവില്ലയോ, ഒറ്റ കഷ്ണാവില്ല. പോയിന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ഹൗ ടു മിനിമൈസ് 4 പോയിന്റ്സ്, 3 പോയിന്റ് ഇതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ കൃത്യമായി പോയിന്റ് നിങ്ങളുടെ ഭാഷയിൽ പഠിച്ചോളൂ. പഠിച്ചിട്ട് അത് പ്രസന്റ് ചെയ്താൽ മതി.
പിന്നെ മൂന്നാമത്തെ പോലെ മൊത്തത്തിൽ ഒരു ലാമിനേറ്റ് ചെയ്തു. ലാമിനേറ്റിംഗ് ടോട്ടൽ കോർ. ആ കോറിനെ മൊത്തം മെറ്റൽ പീസിനെ മൊത്തം എന്ത് ചെയ്യാം, ലാമിനേറ്റ് ചെയ്യും. എഫക്ട് കുറയ്ക്കാനാ, ഈ എഡ്ഡി കറന്റ് എഫക്ട് കുറയ്ക്കാനാ. അങ്ങനെ ഒരു 3 പോയിന്റ് പഠിച്ചാൽ മതി. എളുപ്പമുള്ള 3 പോയിന്റ് പഠിച്ചാൽ മതി. സ്ലോട്ട് കട്ട് ചെയ്യുക, ഡിഫറെന്റ് ലെയർ ആക്കുക, ഓരോ ലെയറിനെ ലാമിനേറ്റ് ചെയ്യുക, കോറിനെ മൊത്തം ലാമിനേറ്റ് ചെയ്യുക. പിന്നെ 3 പോയിന്റ് പഠിച്ചു. ഇതിന് വേണ്ടി 4 പോയിന്റ് ആക്കാം. എങ്ങനെ ഇതുണ്ടോ, കട്ടിങ് സ്ലോട്ട്സ്, മേക്കിംഗ് കോർ ഇൻ ടു ഡിഫറെന്റ് ലെയേഴ്സ്. കോറിന് എന്താക്കുക, പല ലെയർ ആക്കുക, അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ലാമിനേറ്റിംഗ് ഈച്ച് ലെയർ, ഓരോ ലെയറിന് ലാമിനേറ്റ് ചെയ്യുക. പിന്നെ ലാമിനേറ്റിംഗ് ടോട്ടൽ കോറിൽ അതിന് 4 പോയിന്റ് വരെ ആക്കാം. ചിലപ്പോൾ 2 മാർക്ക് ചോദിച്ചാലേ വേറൊരു പോയിന്റ് അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതൊന്നും ഞാൻ പറയാതെ ഇതിനു വേണ്ടി 4 പോയിന്റ് ആക്കാം കേട്ടോ. പരീക്ഷയ്ക്ക് വേണമല്ലോ, 4 പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ എഴുതിക്കും. നിങ്ങളുടെ ഭാഷയിൽ വന്നാൽ ഇതൊക്കെ 1 മാർക്കും പോകില്ല. നിങ്ങളുടെ ഭാഷ തന്നെ വന്നാൽ മതി. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ട്. ശരി, ഇനി രസം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ പിള്ളേർ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇടക്കിടക്ക് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ പറയാൻ നിൽക്കണ്ട, അപ്പൊ തന്നെ പറഞ്ഞോളൂ. പറഞ്ഞേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു, എന്തെങ്കിലും തോന്നണമെങ്കിൽ പറഞ്ഞോ. അപ്പൊ ആഡ് ചെയ്താൽ മതി. എനിക്കപ്പോ കുറെ കൂടെ എന്താവും, എനിക്ക് അതിനകത്ത് കുറെ കൂടെ ക്ലാരിറ്റി തരാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ളവർക്ക് അത് ഗുണം ചെയ്യും. കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടോ മനസ്സിൽ? പറഞ്ഞോ. ആർക്കെങ്കിലും എന്തെങ്കിലും ആയിട്ട് ആഡ് ചെയ്യും മനസ്സിലുണ്ടാണ് തോന്നല്? പ്രശ്നമില്ല. ഓക്കെ, നോക്കാം. അപ്പൊ അതാണ്, അങ്ങനെയാണ് കാര്യം. ഇനി രസം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത്, ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഈ പ്രശ്നത്തെ നമ്മൾ ഉപയോഗത്തിലേക്ക് ആക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ശരിയാണ്, ട്രാൻസ്ഫോമർ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ ഉപയോഗത്തിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫർണസ് ആണ്. ഫർണസ്, ഇൻഡക്ഷൻ ഫർണസ് എന്നാണ്. ഇൻഡക്ഷൻ ഫർണസ്. ഫർണസ് എന്താ? ഫർണസ് മേഘ കേട്ടിട്ടുണ്ടോ? ഫർണസ് കേട്ടിട്ടുണ്ടോ? ഫർണസ് എന്താ? കെമിസ്ട്രിയിലെ മേഘ ഓർക്കണ്ട? ഇല്ല, ഓർക്കണില്ല. ഞാൻ പറയാം. ചൂടാക്കുന്ന മെറ്റലിലൊക്കെ ചൂടാക്കി അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന സ്ഥലമാണ് ഫർണസ്. തിളയ്ക്കും, മെറ്റലൊക്കെ തിളയ്ക്കുന്ന സോളാർ ഫർണസ്. ഭയങ്കര ചൂടിന് എന്ത് സാധ്യത തിളച്ചിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്യുക, അങ്ങനെ പല പരിപാടി ചെയ്യുക, പല കോലത്തിലേക്ക് ആക്കി റീകാസ്റ്റ് ചെയ്യുക. അതൊക്കെയാണ് ഫർണസ്. ഇൻഡക്ഷൻ ഫർണസ് നേരത്തെ പറഞ്ഞ തന്നെ, നമ്മൾ പറഞ്ഞ തന്നെ എന്ത് ചെയ്യുക, മെറ്റൽ പീസ് എടുക്കേണ്ട മെറ്റൽ പീസ് എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വലിയ കേസായിട്ട് പറയാം, വലിയ സോളിനോട് അങ്ങോട്ട് ചുറ്റും. എന്ത് കടത്തിട്ടു? ഇതിൽ കൂടെ നമ്മൾ കറണ്ടിനെ കടത്തിവിടും, AC-നെ കടത്തിവിടും. കറണ്ട് കടത്തിവിടും എന്ന് പറയാ. AC ഇങ്ങനെ വരച്ച സിമ്പിൾ AC. അടുത്ത ആൾക്ക് മൊത്തം AC പഠിക്കാനുള്ള, അപ്പൊ പഠിപ്പിച്ചോളാം. ഇങ്ങനെ വട്ടോട്ടിട്ട് ഇങ്ങനെ വരച്ച AC വേരിയണ ഇങ്ങനെ ഒരു വേവ് പോലെ ഉണ്ട്. ഇത് AC-യുടെ സിമ്പലാണ്, ഇത് ബാറ്ററിയുടെ സിമ്പലാണ്, ഇത് AC-യുടെ സിമ്പലാണ്. ഓക്കെ, അപ്പൊ AC കടത്തിവിടും. AC എന്ന് വെച്ചാൽ എന്താ? AC-യുടെ പ്രത്യേകത എന്താ? മുഹമ്മദ് ഫൈസ, AC-യുടെ പ്രത്യേകത എന്താ? AC-യുടെ പ്രത്യേകത, AC എന്ന് പറഞ്ഞ സാധനം ഹൈ വോൾട്ടേജ് കടത്തി. ഹൈ വോൾട്ടേജിനല്ല AC എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞ? AC ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അടുത്ത ചാപ്റ്റർ മൊത്തം അതാ. എന്ന് പറഞ്ഞ നുസ്രിനെ ഓൾട്ടർനേറ്റിംഗ് നുസ്രിൻ പറഞ്ഞു. ആ കറണ്ട് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക, അതാണ് AC എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന സാധനം. അപ്പൊ കറണ്ടിന് ഡയറക്ഷൻ മാത്രമല്ല, വാല്യൂ മാറ്റം വരും. ശരിക്കും പറഞ്ഞാൽ വാല്യൂ മാറ്റം കൂടും കുറയും ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം.
അപ്പൊ അതാണ് എ സി. അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ ഇവിടുത്തെ എന്ത് ചെയ്യും? അങ്ങനെ അപ്പൊ എ സി എന്ത് ചെയ്ത എ സി കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യും? കറണ്ട് കൂടും കുറയും, കറണ്ട് കൂടും കുറയും, ഡയറക്ഷന്മാർ കൂടും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കൂടും കുറയും, മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് എറൗണ്ട് ദ കോർ അല്ലെങ്കിൽ മെറ്റൽ കൂടും കുറയും. ഇതാട്ടോ ആൻസർ. ഞാൻ ഈ പറഞ്ഞ ആൻസർ. ഇനി വേറെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല ഇതിനകത്ത്. ഒരു മെറ്റൽ പീസ് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു സോളിനോട് ചുറ്റിയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് കറണ്ട് എടുത്തുള്ളൂ. അപ്പൊ ഓൾട്ടർനേറ്റീവ് കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് വെച്ചാൽ കൂടും കുറയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടും കുറയും ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും കുറയും ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? അതാണ് ചോദിച്ചത്. അപ്പൊ എന്തുണ്ടാവും? ഐശ്വര്യം. അപ്പൊ വാട്ട് ഹാപ്പൻസ്? അതായത് എന്റെ വാക്ക് ഒറ്റ വാക്ക് EMF ഇൻഡ്യൂസ് എന്നല്ല പറഞ്ഞത്. അവിടെ എന്തുണ്ടാവും? അവിടെ എഡ്ഡി കറന്റ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ഇൻഡക്ഷന്റെ ഈ ലെവലല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. കാര്യങ്ങൾ എഴുതി വെച്ചില്ലെങ്കിൽ പകുതി പറയുമ്പോ ഉണ്ടാവില്ല. കാര്യങ്ങൾക്ക് അറിയാം, പകുതി ഉണ്ടാവില്ല പറയുമ്പോൾ. എഡ്ഡി കറൻസ് ഉണ്ടാവും. എഡ്ഡി കറൻസ് ഉണ്ടാവുന്നത് വഴി പറയാം മാളവിക, എഡ്ഡി കറൻസ് ഉണ്ടാവുന്ന വഴി ഇവിടെ എന്ത് സംഭവിക്കും? ഈ ആൾക്ക് എന്ത് സംഭവിക്കും? അപ്പൊ ഹീറ്റ് ആവും, ഹീറ്റ് എനർജി ഉണ്ടാവും. അങ്ങനെ ഈ ആളെന്താവും? ചൂടാവും. ആര്? ഈ മെറ്റൽ പീസ് ചൂടാവും. അങ്ങനെ മെറ്റൽ പീസ് ചൂടായി അവസാനം അത് ഉരുകും. അങ്ങനെയാണ് ഫർണസ് എന്ന് പറയുന്നത്. മെറ്റൽ പീസ് ചൂടായിട്ട് അവൻ എന്താവും? മെൽറ്റ് ചെയ്യുക. അവസാനം മെൽറ്റ്. അതാണ് ഇൻഡക്ഷൻ ഫർണസിലെ വർക്കിംഗ്. ഡൗട്ടിനെ പറഞ്ഞ അപ്പൊ ചോദിച്ചു ക്ലിയർ ചെയ്ത്. ഓക്കെ, ക്ലിയർ. അപ്പൊ അതാണ് ഇൻഡക്ഷൻ ഫർണസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയാണ്. വേറെ സംഭവം പറയണ്ട, ഈ ട്രെയിനിലെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയണ്ട. ബ്രേക്കിംഗ് സിസ്റ്റം ഇൻ ട്രെയിൻ, മാഗ്നറ്റിക് ബ്രേക്കിംഗ് എന്ന് സാധനം. മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം. മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഉണ്ട് ട്രെയിനിലേക്ക് മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. കൂടുതലും ഈ പവർഫുൾ ആയിട്ടുള്ള ട്രെയിനിലാണ്. പവർഫുൾ ആയിട്ട് ഇലക്ട്രിക് ട്രെയിൻ പോലെയൊക്കെ ഉപയോഗിക്കുന്നു. അത് പറയാൻ എന്താ പ്രയോജനം? നമ്മൾ പറയുന്നത് ട്രാക്ക് ഉണ്ടാവും. ഇതാണ് ട്രാക്ക്. ഇതൊരു മെറ്റലായിരിക്കും. ട്രെയിൻ എന്ന് പറയുന്നത് ഇതാണ് ട്രെയിനിന്റെ എഞ്ചിൻ എന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വെച്ചിട്ടുണ്ട്. ഇവിടെ സോളിനോട് കൂടെ കറണ്ട് കിടത്തിട്ടപ്പോൾ ഇവിടെ എന്തുണ്ടാവും? സോളിനോട് ഇതിനകത്ത് ഇവിടെ കറണ്ട് കിടത്തു. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ എഞ്ചിന്റെ ഇവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ്. എന്നിട്ട് ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യല്ലേ. അപ്പൊ ഈ മെറ്റലാണ് റെയിൽവേ ട്രാക്ക്. ഇതാണ് ട്രാക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കോലത്തിൽ എഴുതിയാൽ മതി കേട്ടോ. മെറ്റൽ റെയിൽവേ ട്രാക്കാണ് നമ്മുടെ മെറ്റൽ പീസ്. റെയിൽവേ ട്രാക്ക് വലിയ പീസാണല്ലോ. ഇതാണ് ബൾക്ക് പീസ്. നമുക്ക് അതാണ് സാധനം, ബൾക്ക് പീസ്. എന്നിട്ട് എന്താ നമുക്ക് വന്ന എഞ്ചിൻ എന്ന് പറഞ്ഞ സാധനത്തിന് അവിടെ എന്താ പിടിപ്പിച്ചാണ്? ഇതാണ് എഞ്ചിൻ, അല്ലെ എഞ്ചിനോ ട്രെയിൻ ബോഗീസ്. അപ്പൊ അതിനകത്ത് എന്താ ഉള്ള? സോളിനോയിഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അൽഫാദ് എന്ന് പറഞ്ഞ് ഈ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ മെറ്റൽ പീസ് സംബന്ധിച്ചിടത്തോളം മെറ്റൽ പീസിന്റെ എന്താ ചേഞ്ച് ചെയ്യാൻ? മെറ്റൽ പീസിന്റെ എന്തെങ്കിലും മാറുണ്ടോ? മെറ്റൽ പീസ് ആ എഞ്ചിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യില്ലേ? അതായത് മെറ്റൽ പീസിന്റെ എന്ത് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറയും. മെറ്റൽ പീസിന്റെ എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക? മെറ്റൽ പീസിന്റെ ചുറ്റുള്ള മെറ്റൽ പീസിലുള്ള ചേഞ്ച് ചെയ്യും. മെറ്റൽ പീസിന്റെ ചുറ്റുള്ള എന്ത് ചേഞ്ച് ചെയ്യും? അതാണ് പോയിന്റ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വാക്കതാ. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന വഴി എന്താ മാറണേ? ശരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡു ഏരിയ ഇൻഡു തീറ്റ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് മാറിയാൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. അതാണ് കറക്റ്റ് വാക്ക്.
അപ്പൊ ഈ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ മെറ്റൽ റെയിൽവേ ട്രാക്ക് മെറ്റൽ ആണെങ്കിൽ റെയിൽവേ ട്രാക്കിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? നിഹാലേ, ഇത് ഇതിന്റെ കൂടെ എഴുതാതെ പിന്നെ കിട്ടൂല ഈ സാധനം. നീ ഇങ്ങനെ കൈ കെട്ടിയിട്ട് കാര്യമില്ല. കൂടെ എഴുതി പോലെ പിന്നെ കിട്ടുവോ? പിന്നെ നമ്മൾ പഠിപ്പിച്ച് വെറുതെ ആവൂലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ ഹാഫിസ് മുഹമ്മദേ. അപ്പോ റെയിൽവേ ട്രാക്കിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ റെയിൽവേ ട്രാക്കിൽ എന്തുണ്ടാവും? ഹീറ്റ് വരും. കാരണം അവിടെ എന്തുണ്ടാവും? അവിടെ ആദ്യം എന്തുണ്ടാവും എന്ന് പറയാം. എന്തുണ്ടാവും? എഡി കറൻസ്. എഡി കറൻസ് ഉണ്ടാവുന്ന വഴി അവൻ എന്താവും? ഹീറ്റ് ആവും. അതിന് മുമ്പ് കേസ് പറയട്ടെ. ഹീറ്റ് ആവുന്നതിന് മുമ്പ് കേസ് പറയട്ടെ. ഹീറ്റ് അല്ല നമുക്ക് ഇവിടെ വേണ്ട. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം എഡി കറന്റ് ഉണ്ടാവും. ഈ എഡി കറന്റ് ഉണ്ടാവും. ആൻസർ ഹീറ്റിലേക്ക് അല്ല പോണം കേട്ടോ. എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. ഈ എഡി കറൻസ് എന്തിനു വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞേ ആമിന സിദ്ദി? എഡി കറൻസ് എന്തിനു വേണ്ടി ശ്രമിക്കും എന്നാ പറയണേ? ഈ ഉണ്ടാവുന്ന എഡി കറൻസ് എന്തിനു വേണ്ടി ശ്രമിക്കും? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവന്റെ ശ്രമം. കേട്ടോ, ആൻസർ ചെയ്ത് മാറണുണ്ടോ? നമ്മൾ ഓരോ ക്വസ്റ്റിനും ഓരോ രീതിക്കല്ലേ എഴുതണം, ബൈഹാർട്ട് ചെയ്യല്ലോ. എന്താണ് ആവശ്യം നോക്കണം. ഹീറ്റ് ഉണ്ടാവുന്ന വേറെ രസം. ഹീറ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ ഇവൻ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ലെൻസസ്. ഇവൻ എന്തിനു വേണ്ടി ശ്രമിക്കും? ഇത് tries to oppose change in magnetic flux. ഇവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഒന്ന് പറഞ്ഞേ റാഫിയ. ഇവിടെ ഈ മെറ്റൽ പീസിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ ആരെ ശരിക്കും ഇവരെ ഒപ്പോസ് ചെയ്യണേ? പറയാം കേട്ടോ. ശ്രദ്ധ പോണ്ടാണ് മനസ്സിലാക്കി കേട്ടോ. ഒന്നുകൂടെ പറയാം. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒന്ന് ശ്രദ്ധിച്ചോ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഇവൻ ഒപ്പോസ് ചെയ്യും. ആരാ? ഈ റെയിൽവേ ട്രാക്ക് ഒപ്പോസ് ചെയ്യും. ശരിക്കും മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെയായിരിക്കും ഇവനെ ഒപ്പോസ് ചെയ്യാൻ? അല്ല, ആയിട്ടില്ല. ശ്രദ്ധ കിട്ടിയിട്ടില്ല. സാമൂലെ ഒന്നുകൂടെ ഞാൻ ആൻസർ കേട്ടോ. ഇവൻ എഡി കറന്റ് ഉണ്ടാക്കിയിട്ട് എഡി കറന്റ് റെയിൽവേ ട്രാക്കിൽ ഉണ്ടാവണം. എഡി കറന്റ് എന്തിനു വേണ്ടി ശ്രമിക്കും? ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇവന്റെ മേളിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ആരാണ് ഇവന്റെ? അപ്പൊ ആരാണ് ഇവൻ ശരിക്കും ഒപ്പോസ് ചെയ്യുന്നത്? ആ ട്രെയിനിന്റെ എഞ്ചിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. കാരണം എന്താ? ട്രെയിനിന്റെ എഞ്ചിനാണ് അനങ്ങണോണ്ടല്ലേ. അല്ല, അവൻ അനങ്ങണോണ്ടല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണേ. കണ്ടോ? ശ്രദ്ധിച്ചോളാം. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് ഉണ്ടാവണ കാരണം എന്താ? ഈ ട്രെയിനിന്റെ എഞ്ചിനും കൂടെ വന്നോണ്ടല്ലേ. അപ്പൊ ആരെങ്കിലും ഒപ്പോസ് ചെയ്താൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ ട്രെയിനിനെ ഒപ്പോസ് ചെയ്യും. കൃത്യമായി കണക്ട് ചെയ്ത് തന്നെ എഴുതണം. അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിനെ വെറുതെ പഠിച്ചു അല്ലെങ്കിൽ ഓർത്തിട്ട് നിങ്ങൾ എഴുതാൻ കിട്ടുന്നതാണോ? എഴുതാൻ കിട്ടില്ല. നമുക്കത് വലിയ ക്വസ്റ്റ്യൻ ആൻസറായി മാറിപ്പോകും. അങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? അപ്പൊ അവൻ എന്താവും? അപ്പൊ എഞ്ചിൻ എന്ത് ചെയ്യും? പയ്യെ നിൽക്കാൻ തുടങ്ങും. അതാണ് ബ്രേക്ക് എന്നുള്ളത്. എഞ്ചിൻ സ്ലോ ആവും. അപ്പൊ എഡിക്കാരന്റെ പണി ഹീറ്റാക്കാന്നല്ല. മറ്റേ ഹീറ്റാവാൻ കാരണം ഇവര് ഒപ്പോസ് ചെയ്യാത്ത ഒപ്പോസ് ആവണിണ്ടായിരുന്നില്ല. ഇവിടെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേ ഒപ്പോസ് ചെയ്യാതൊക്കെ ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല. നമ്മള് മുകളിൽ നിന്ന് ഫോഴ്സ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇവരൊക്കെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ട്രെയിനിനെ ഇവരെന്ത് ചെയ്യും? കൊടുത്ത് പയ്യെ ട്രെയിനിന്റെ ഇത് സ്ട്രോങ് ആവുന്നതോറും നല്ല സ്ട്രോങ് ഒപ്പോസിഷൻ വരും. അങ്ങനെ ബ്രേക്കിംഗ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കും. അതിന്റെ കൂടെ സാധാ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ കൂടെ ഇതോടെ കൊടുക്കും. അങ്ങനെ അവന്റെ എഞ്ചിൻ കുറച്ച് നിൽക്കും. ഏത് നിന്ന പോലെ നമ്മുടെ ബൾക്ക് പിസ് ആടിയിട്ട് പോയി നിന്നില്ലേ? അതുപോലെ ട്രെയിൻ. സംശയം പറയാം. അങ്ങനെ രണ്ട് ആപ്ലിക്കേഷൻ, മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്, ഇൻഡക്ഷൻ ഫർണസ്, ധാരാളം ആപ്ലിക്കേഷൻ ഉണ്ട്. രണ്ട് ആപ്ലിക്കേഷൻ പഠിച്ചു. ഓക്കെ, എഡി കറൻസിന്റെ
പ്രോബ്ലം ഇല്ലാണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആപ്ലിക്കേഷനും എന്റെ പരിപാടികളുമാണ് പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഡൗട്ടില്ല? ഇനിയുള്ളത് 2 ടോപ്പിക് നമുക്ക് ഇനി കിടക്കാനുള്ളത്. പറഞ്ഞോ. ശരി, ശരിക്കും എന്താ ചെയ്യണമെന്നറിയോ? ഇതിനകത്ത് പറയുമ്പോ എന്താ വെച്ചാൽ ഈ എഞ്ചിനിലുണ്ടല്ലോ, ഈ എഞ്ചിൻ എന്ന് പറയുന്ന സാധനത്തില് ഒരു എക്സാമ്പിൾ പറയാൻ ഇങ്ങനെ മൂവ് ചെയ്യാൻ, ഇതാണ് ട്രാക്ക്, ഇതാണ് എഞ്ചിൻ. ട്രെയിൻ, ഇതാണ് ട്രെയിൻ, ട്രാക്ക്. ട്രാക്കാണ് എന്ത്? ബൾക്ക് പീസ്, മെറ്റൽ പീസ്. ഇതാണ് എഞ്ചിൻ. ഈ എഞ്ചിനിൽ എന്ത് ചെയ്യണേ? ഈ എഞ്ചിനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് അറേഞ്ച് ചെയ്യുന്നത്. എഞ്ചിന്റെ അടിഭാഗത്ത് സോളിനോട് സെറ്റ് ചെയ്ത് കറണ്ട് സപ്ലൈ. അപ്പൊ ഇവനൊരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ ആക്ട് ചെയ്യും ഈ എഞ്ചിന്റെ അടിഭാഗം. അവൻ ഇങ്ങനെ മൂവ് ചെയ്യല്ലേ. അപ്പൊ ഈ മെറ്റൽ പീസ്, ഇപ്പൊ എന്റെ ഈ മെറ്റൽ പീസ് ഈ ഭാഗത്ത് വെച്ച് നോക്കി, ഈ ഭാഗം ഫുള്ള് മെറ്റലാണ്, ട്രാക്ക് അല്ലേ, ഈ ഭാഗം മെറ്റൽ പീസ് അല്ലേ, ഈ എന്റെ വിരലിന്റെ അവിടെ ആ മെറ്റൽ പീസ് വെച്ചിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരില്ലേ വരുമ്പോ, മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരിക. അത് മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്, മാഗ്നറ്റിക് ഫ്ലക്സ് കൂടി വരും. അപ്പൊ അത് ഒപ്പോസ് ചെയ്യും. എന്തിനു വേണ്ടി? കൂട്ടരുത്. അത് ഒപ്പോസ് ചെയ്യുമ്പോൾ ട്രെയിനിൽ വന്ന ട്രെയിൻ സ്ലോ ആക്കാം. അങ്ങനെ പോയി അപ്പൊ തൊട്ടപ്പുറത്തുള്ള പീസ് വീണ്ടും ഒപ്പോസ് ചെയ്യും. അത് പോയി സ്ലോ ആയി ബ്രേക്ക്. ക്ലിയർ ആണ്? ഇത് നമ്മൾ പോയിന്റ് ആക്കി വെച്ചിങ്ങനെ കുഴപ്പമെന്താ പറയും, പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റില്ല. അതാണ് നോട്ട് നിങ്ങൾ എഴുതി നിങ്ങൾ ഷോർട്ടാക്കി വെക്കുന്നത്. ഇനി വീട്ടിൽ പോയി പഠിക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഒന്നുകൂടെ ഷോർട്ടാക്കണം. അങ്ങനെ നോട്ട് ഉണ്ടാക്കി വെക്കലാണ് ഈ പഠനം എന്ന് പറയുന്നത്. ആരോ തന്ന നോട്ട് ബൈഹാർട്ട് ചെയ്യുന്നതിനല്ല പഠനം എന്ന് പറയുന്നത്. നിങ്ങൾ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എഞ്ചിനീയറിംഗോ മെഡിസിനോ എന്ത് സാധനത്തിന് പോയാലും, ഡിഗ്രിക്കോ പോയാലും അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അധ്യാപകൻ ആ പറയുന്നതിനെ നമ്മുടെ നോട്ടാക്കി അങ്ങനെ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് കൊറോണ കാലത്തിൽ എന്തെങ്കിലും നോട്ട് എന്തെങ്കിലും പഠിപ്പിക്കും, ഒരു അവസാന സമയത്ത് ഒരു പ്രിന്റഡ് നോട്ട് തരും. ആ പ്രിന്റഡ് നോട്ട് വായിച്ച് ബൈഹാർട്ട് ചെയ്യും, പഠിക്കും. അതോടെ നാശം ഉറപ്പാണ്. അതിനുണ്ടാവരുത്. നോട്ട് നമ്മൾ ഉണ്ടാക്കണം. ആ നോട്ട് ഒന്നോടെ വീട്ടിൽ നിന്ന് പഠിക്കൂലേ, നോട്ടിനെ ഭംഗിയാക്കണം. പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിച്ചാൽ പറയണമെന്ന് നിങ്ങൾ തന്നെ റെഡിയാക്കണം. അതാണ് പഠനം. അല്ല പഠനം ഇങ്ങനെ കുറെ വായിക്കുക, കുറെ ഇതാക്കുകയില്ല. കുറെ നോട്ട് ടീച്ചർ തന്നെ നോട്ടിങ്ങനെ നല്ല നല്ല നോട്ട്, നല്ല ഷെയറുള്ള നോട്ടുകൾ എടുക്കുക, യൂട്യൂബിൽ അവിടെ കാണാതെ പഠിക്കുക. ഏറ്റവും ചെറുത് അതല്ലേ നിങ്ങൾക്കറിയോ? ഈ ഫിസിക്സിന്റെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എന്റെ കൂടെയുള്ള ടീച്ചർ എഴുതുന്ന, എന്റെ കൂടെ എന്റെ കോളേജ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്റെ ഡിപ്പാർട്ട്മെന്റ് എന്റെ ജൂനിയർ ആയിട്ട്, ടീച്ചർക്ക് പ്രായം കൂടുതലുണ്ട്, കോളേജ് ജൂനിയർ ആയിട്ട് നിദാമിസ് ഉണ്ടാക്കിയതാണ് ഈ നമ്മുടെ ക്യാപ്സൂളായിട്ട് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സാധനം ഫിസിക്സിന്റെ. എന്താണ് ഈസി ഫിസിക്സ്. അതൊരു ഈസി മാത്സ് ഉണ്ട്. ഈസി മാത്സ് ആ ടീച്ചറെ കെട്ടിയാണ് എഴുതുന്നത്. ഹസ്ബൻഡ് മാത്സ് ടീച്ചറാണ്. ഈസി മാത്സ് ഈസി ഫിസിക്സ്. ചിലപ്പോൾ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഏറ്റവും കൂടുതൽ കുറേ വിൽക്കുന്നുണ്ട്, കുറേ കൊണ്ടടിച്ച് വിൽക്കുന്നുണ്ട്. അത് ഏറ്റവും ചുരുക്കി ഏറ്റവും അപ്പത്തിന് പഠിക്കുക, ആണ് പഠിക്കുക. അതിന്റെ ഡീറ്റെയിൽസോ ഡിസ്കഷനോ കാര്യങ്ങളോ ഇല്ല. പഠിക്കുക, പഠിക്കുക, ചോദിച്ച കുറെ ചോദ്യങ്ങൾ പഠിക്കാൻ പോയി കട്ട് ചെയ്യാം. ഓക്കെ, അത് വേറെ ടൈപ്പ്. ഓക്കെ, എനിവേ അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു ടോപ്പിക് കൂടെ നമുക്ക് എടുക്കാണ്ട് ചാപ്റ്ററിൽ അതാണ് വി വിൽ ഡിസ്കസ് ഇൻഷാല്ലാഹ് നെക്സ്റ്റ് ഡേ. നാളെ സാധാരണ പോലെ തന്നെ 8:15 to 10 അതാണ് സമയം സാധാരണ ഞായറാഴ്ച. പള്ളിക്കോട് അവർക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് പള്ളിക്കോട് പരിപാടി. ഓക്കെ, താങ്ക് യു.